ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിൽ സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസിയാണ് കടന്നു വന്നിരിക്കുന്നത്. 40-ലധികം വർഷമായി പാറ്റ്നയിൽ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. ഒരുപാട് ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു കർത്താവിൻ്റെ ദാസിയാണ്. അത് കർത്താവിൻ്റെ ദാസിയുടെ സാക്ഷ്യത്തിലൂടെ നിങ്ങൾക്കത് കേൾക്കുവാൻ കഴിയും. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മീക ജീവിതത്തിൻ്റെ വളർച്ചയ്ക്കും വർധനവിനും കാരണമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ആൻ്റെ ഈ പകൽക്കാലം ജോയ്സ് ടി വിയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹാർദവമായി ഞങ്ങൾ സ്വാഗതം ചെയ്യും. കർത്താവിൽ സന്തോഷമായിരിക്കുന്നല്ലോ. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. എത്രത്തോളം കർത്താവ് നിലനിർത്തിയല്ലോ. ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന അങ്ങയുടെ സന്നിധാനത്തിലേക്ക് അടിയങ്ങൾ അടുത്ത് വരുന്ന കർത്താവേ. ഹല്ലേലൂയ. അങ്ങ് നടത്തിയ വിധങ്ങളും വഴികളും അങ്ങയുടെ ഹല്ലേലൂയ സാന്നിധ്യമൊക്കെ അറിഞ്ഞ അവസരങ്ങളും ഒക്കെ പ്രസ്താവിപ്പാൻ തക്കോണം പരിശുദ്ധാത്മാവ് നിന്റെ ദാസിയെ ബലപ്പെടുത്തുമാറാകണമെന്ന അപേക്ഷിക്കുന്ന കേൾക്കുന്ന ജനത്തിനത് വലിയ വിടുതലായി മാറുവാന് അങ്ങയുടെ നാമം ഈ സാക്ഷ്യത്തിലൂടെ ഉയർത്തപ്പെടുവാന് കർത്താവ് സഹായിച്ചാട്ട്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ദേവദാസി ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദേവദാസി ഇപ്പോൾ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാണെന്നൊന്ന് പറഞ്ഞാട്ട്. ഞാൻ ബീഹാറിലെ പാറ്റ്ന എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. ഓക്കെ, പേരും പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാട്ട്. എന്റെ പേര് സൂസൻ ജോർജ്. ഞാനിപ്പോ താമസിക്കുന്ന എന്റെ ഇളയ മോനും ഭാര്യയുടെ കൂടെയാണ്. ഭാര്യ എവിടെയില്ല, അവള് അസൻസോൾ എന്ന് പറയുന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്നു. ഞാനും ഇളയ മോനുമേ ഉള്ളു വീട്ടില്. എനിക്ക് 4 മക്കളായിരുന്നു. 4 പേര്. കർത്താവ് സഹായിക്കട്ടെ ആന്റി. കർത്താവ് ഇത്രത്തോളം നടത്തിയല്ലോ. ആന്റിയുടെ ജീവിതത്തിന്റെ അനുഭവം ഷെയർ ചെയ്യുവാനുള്ള സമയമാണിത്. കർത്താവ് ഹല്ലേലൂയ ആന്റി അതിനായി ബലപ്പെടുത്തട്ടെ. അത് കേൾക്കുന്നവർക്ക് അനുഗ്രഹമായി തീരും. ഓക്കെ ആന്റി, ഗോഡ് ബ്ലസ് യു. ഓക്കെ, താങ്ക് യു. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ഈ ജോസ് ടി വിയിലെ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയ കർത്തൃദാസിക്കും കുടുംബത്തിനും എൻ്റെ സ്നേഹം നിറഞ്ഞ വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. അതുപോലെ എന്നെ കേൾക്കുന്ന പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ജീവിതം, ഞാൻ ജനിച്ചു വളർന്നത് റാന്നി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അവിടെ ഏകദേശം ഒരു 5 വയസ്സ് വരെ ഞാൻ താമസിച്ചിട്ടുള്ളൂ. അതിനുശേഷം എൻ്റെ പിതാവ് 1964 പിതാവിൻ്റെ ചില കുടുംബ പ്രയാസങ്ങൾ കാരണം മാതാപിതാക്കള് ചെറുപ്പത്തിൽ എൻ്റെ പിതാവിൻ്റെ മരിച്ചു പോയത് കാരണം ജ്യേഷ്ഠന്മാരുടെ കൂടെയായിരുന്നു ജീവിതം. എൻ്റെ പിതാവ് വിവാഹത്തിന് ശേഷം ജ്യേഷ്ഠത്തിമാര് വളരെ പീഡനത്തിൽ കൂടെ മാതാവിനെ കടത്തിവിട്ടതുകൊണ്ട് അവരവിടുന്ന് വിട്ടിട്ട് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് ഞങ്ങൾ താമസം ആരംഭിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ എൻ്റെ കുടുംബത്തിൽ എൻ്റെ അമ്മച്ചിയുണ്ട്, എൻ്റെ ഇളയ ആങ്ങളെയും ഭാര്യയുണ്ട്. എൻ്റെ പിതാവ് 2001 ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. പിന്നെ ഒരാങ്ങളെയും 2002 ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. പിന്നെ ഒരു സഹോദരി തിരുവല്ലയിലുണ്ട്, ഒരു സഹോദരി ഡൽഹിയിലുണ്ട്, ഒരു സഹോദരൻ മധ്യപ്രദേശിലെ സുവിശേഷ വേലയിലാണ്. അനീതിമാർ 2 പേരും നഴ്സിംഗ് പഠിച്ചവർ അവരുടെ കുടുംബജീവിതമായിട്ട് കഴിഞ്ഞു പോകുന്നു. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞാൻ എൻ്റെ ജീവിതാനുഭവം, എൻ്റെ ചെറുപ്പം മുതലേ ഞങ്ങൾ മാർത്തോമ ചർച്ചിൽ വിശ്വാസികളായിരുന്നു. ആ ചർച്ചിൽ തന്നെ എൻ്റെ പിതാവ് അച്ഛൻ്റെ കൂടെ കപ്പിയാരായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുഞ്ഞുങ്ങളെ ചെറുപ്പം മുതലേ സൺഡേ സ്കൂള്, ആരാധന ഇതൊക്കെ മുടക്കാതെ ഞങ്ങളെ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ജീവിതത്തിൽ പല പ്രയാസങ്ങൾ അനുഭവിച്ചു. കാരണം ഞങ്ങൾ വലിയ സാമ്പത്തിക കുടുംബത്തിലൊന്നും അല്ലായിരുന്നു. എൻ്റെ പിതാവ് ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. ആ കൂലിപ്പണിയിൽ നിന്ന് കിട്ടുന്ന തുക കൊണ്ട് വേണമായിരുന്നു ഞങ്ങളെ മക്കളെ വളർത്താൻ, കുടുംബകാര്യങ്ങളൊക്കെ നോക്കാൻ. അങ്ങനെ ഏകദേശം എൻ്റെ 13ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ പിതാവിനോടൊപ്പം കൂലിപ്പണിക്കിറങ്ങി. അന്ന് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായമായിരുന്നു. 8ൽ ഞാൻ എക്സാമിന് ശേഷം
9th പോകുമ്പോൾ അതിന് വിദ്യാഭ്യാസത്തിനുള്ള പൈസ വേണമല്ലോ എന്ന് വിചാരിച്ച് പിതാവിൻ്റെ കൂടെ കൂലിക്ക് പണിക്ക് പോയി കൂലിപ്പണി ചെയ്ത് കിട്ടുന്ന അന്നത്തെ കൂലി എന്ന് പറഞ്ഞാൽ 2.5 രൂപ 3 രൂപയേ ഉള്ളൂ. ആ പൈസ ഞാൻ ശേഖരിച്ച് വെച്ചിട്ട് 9th സ്റ്റാൻഡേർഡിലേക്കുള്ള പുസ്തകങ്ങളും ബുക്കുകളും നോട്ടും ഡ്രസ്സുകളും ഒക്കെ എടുത്തു. അങ്ങനെ കഷ്ടതയിൽ കൂടെ ആണെങ്കിലും ഞാൻ 9ാം ക്ലാസ് വരെയുള്ള പഠിത്തമായി. അതിൻ്റെ കൂടെ എൻ്റെ കൂടപ്പിറപ്പുകളുണ്ട്, അവരെയും സ്കൂളിൽ കൊണ്ടുപോകണം. സ്കൂളിൽ അവധി കിട്ടുന്ന ദിവസങ്ങളിലും ഞാൻ പണിക്ക് പോകുമായിരുന്നു. അങ്ങനെ എൻ്റെ കുടുംബത്തെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോയിരുന്നു. അങ്ങനെ 9ാം ക്ലാസ്സിൽ പരീക്ഷ കഴിഞ്ഞപ്പോൾ 10ാം ക്ലാസ്സിലേക്കും പഠിക്കണമല്ലോ എന്നുള്ള ധാരണയിൽ നമ്മുടെ നാട്ടിലെ സ്കൂളിലെ വെക്കേഷൻ ഇപ്പോൾ എക്സാം കഴിഞ്ഞ് 2 മാസത്തെ അവധി ഉണ്ടല്ലോ. ആ സമയത്ത് എൻ്റെ അയൽവക്കത്തുള്ള ഒരു കൂട്ടുകാരി എന്നോട് പറഞ്ഞിട്ട്, നീ വെറുതെ ഇരിക്കല്ലേ, വാ നമുക്ക് പണിക്ക് പോകാൻ, കിട്ടുന്ന പൈസ കൊണ്ട് കിട്ടിയാലും നിനക്ക് സ്കൂളിലെ ആവശ്യത്തിനുള്ള ഡ്രസ്സും പുസ്തകങ്ങളും ഒക്കെ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് ഞാൻ അവരുടെ കൂടെ പണിയാൻ പോയി. എൻ്റെ ജീവിതത്തിൽ ഇത്രയും വെയിലത്ത് ഞാൻ പണിതിട്ടില്ല. പിതാവിൻ്റെ കൂടെ പണിക്ക് പോയാലും കുറേ നേരമൊക്കെ മാറിയിരിക്കുമായിരുന്നു. പക്ഷെ നമ്മൾ മറ്റൊരാളുടെ അടുത്ത് പോകുമ്പോൾ അതുപോലെ ഇരിക്കാൻ അവർ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസം എൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് വരുന്നതിൻ്റെ തലേ ദിവസം ഞാൻ പറഞ്ഞു, സാറേ ഞാൻ നാളെ വരത്തില്ല, എനിക്ക് സ്കൂളിൽ പോകണം. അപ്പം അയാൾ എന്നോട് ചോദിച്ചു, നീ പഠിക്കുന്ന കുട്ടിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആണെന്ന് പറഞ്ഞു. പിന്നെ എന്തിനാ പണിക്ക് വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് 10th ബുക്കും പുസ്തകങ്ങളും വാങ്ങിക്കണം, എനിക്ക് പഠിക്കണം, അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ നാളെ റിസൾട്ട് അറിഞ്ഞിട്ട് വാ, ജയിച്ചാൽ ഞാൻ 10th പുസ്തകത്തിൻ്റെയും ഡ്രസ്സിൻ്റെയും ഒക്കെ കാര്യങ്ങൾ ഞാൻ ഉത്തരവാദിത്വം ഇട്ടോളാം എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. അതിനിടയിൽ അങ്ങനെ 10ാം ക്ലാസ്സിൻ്റെ പഠിത്തത്തിലേക്കുള്ള മുന്നോട്ടുള്ള പോക്കിൽ ഞാൻ റിസൾട്ട് അറിഞ്ഞ് വന്നപ്പോൾ എന്നോട് ചോദിച്ചു, പാസ്സായോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പാസ്സായി, എനിക്ക് 98% മാർക്കുണ്ടെന്ന് പറഞ്ഞു. അയാൾ വലിയ സന്തോഷത്തോടെ അന്ന് വൈകിട്ട് പണിയും കഴിഞ്ഞ് വരുന്ന സമയത്ത് എനിക്ക് എൻ്റെ കൂലി കൂടാതെ ബുക്കിനും പുസ്തകത്തിനും ഡ്രസ്സിനും ഉള്ള പൈസ അയാൾ തന്നു. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. മാതാപിതാക്കളുടെ കഷ്ടപ്പാടും പ്രയാസം ഓർത്താലും മുന്നോട്ട് പഠിക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു ചിന്തയിൽ കൂടെ ഞാനും മനസ്സിലേറെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ പഠിക്കാൻ പോയ കൂടപ്പിറപ്പുകളെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു അന്ന്. ഞങ്ങളുടെ പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ ഒരുപാട് അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ. ചെറുപ്പം മുതലേ കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ചതിനാൽ കഷ്ടപ്പാട് എന്താണ്, ദുരിതം എന്താണ്, പട്ടിണി എന്താണെന്നുള്ളതൊക്കെ അനുഭവിച്ച ഒരു വ്യക്തി ആയതുകൊണ്ട് മുന്നോട്ടുള്ള ജീവിതത്തിന് എനിക്കധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞാൻ 10th എക്സാം കഴിഞ്ഞു. എക്സാമിനിടയ്ക്ക് 1974 ഞങ്ങൾ മാർത്തോമാ സഭ വിടാനിടയായി. കാരണം ഞാൻ ആദ്യം വീട്ടിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. ഞാൻ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ചർച്ചിൽ മാർത്തോമാ സഭയിൽ പല പ്രശ്നങ്ങളുണ്ടായി. മകള് പെന്തിക്കോസ്തിൽ പോയില്ല, ഇനി നിങ്ങളിവിടെ നിൽക്കാനൊക്കത്തില്ല എന്ന് പറഞ്ഞ് അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായി. ഞാൻ പറഞ്ഞു, എൻ്റെ പിതാവിനോട് പറഞ്ഞു, എന്തുകൊണ്ട് ഭാരപ്പെടേണ്ട, ദൈവം വിളിച്ച ദൈവം വിശ്വസ്തനാണ്, ദൈവം നമുക്ക് വേണ്ടി വഴിയൊരുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പതുക്കെ ഞാൻ സ്നാനപ്പെട്ടതിന് ശേഷം എൻ്റെ പിതാവ് സ്നാനപ്പെട്ടു, എൻ്റെ അമ്മച്ചി സ്നാനപ്പെട്ടു. അങ്ങനെ ഓരോ വർഷങ്ങൾ കഴിയുന്തോറും എൻ്റെ കൂടപ്പിറപ്പുകളൊക്കെ സ്നാനപ്പെട്ടു. എൻ്റെ സഹോദരങ്ങൾ 3 പേര് ഒന്നിച്ചാണ് സ്നാനപ്പെട്ടത്. ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറഞ്ഞു. ഞാൻ ഒരാൾ രക്ഷിക്കപ്പെട്ട് മുൻപോട്ട് വന്നപ്പോൾ എൻ്റെ കുടുംബം മൊത്തം എൻ്റെ ജീവിതത്തിൽ നോക്കി അവർ മുൻപോട്ട് വന്നു. ദൈവനാമത്തിന് സ്തോത്രം. ദൈവം അവരെയും വഴി നടത്തി, എന്നെയും വഴി നടത്തി. അതുപോലെ 10ാം ക്ലാസ്സിൻ്റെ എക്സാം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പിതാവിനോട് പറഞ്ഞു, 2 മാസം ഇനി എനിക്ക് വെയിൽ കൊള്ളാൻ പോലൊന്നും പറ്റുകയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, പിന്നെ എന്താ ചെയ്യാൻ പ്ലാൻ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ തയ്യൽ പഠിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ 6 മാസം കൊണ്ട് തയ്യൽ പഠിച്ച് തീർക്കാമെന്നുള്ള പ്ലാനിൽ തയ്യൽ പഠിക്കാൻ പോയി. 3 മാസത്തെ കോഴ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് റിസൾട്ട് വന്നു. റിസൾട്ട് നല്ല റിസൾട്ടായിരുന്നു. എനിക്ക് കോളേജിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ വീട്ടിലെ സാഹചര്യങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഓർത്തപ്പോൾ മുന്നോട്ട് പഠിക്കാനുള്ള എൻ്റെ ആഗ്രഹത്തെ ഞാൻ മാറ്റിവെച്ചിട്ട് എൻ്റെ കൂടപ്പിറപ്പുകളെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ പരിശ്രമിച്ചു. ഞാൻ തയ്യൽ പഠിച്ചു. 6 മാസം കൊണ്ട് കോഴ്സ് പൂർത്തിയാക്കി. അപ്പോൾ എൻ്റെ ടീച്ചർ, തയ്യൽ പഠിപ്പിക്കുന്ന ടീച്ചർ പറഞ്ഞിട്ട്, കുഞ്ഞെ നീ ഇത്രയും പെട്ടെന്ന് കോഴ്സുകൾ പൂർത്തിയാക്കി, ഒരു കാര്യം ചെയ്യുക, അടുത്ത എക്സാം കൂടെ എഴുതി, 1 വർഷത്തെ എക്സാം എഴുത്. ഞാൻ പറഞ്ഞു, ടീച്ചറെ എൻ്റെ കയ്യിൽ പൈസ ഇല്ല കെട്ടിവെക്കാൻ.
കാരണം എൻ്റെ പിതാവ് കൂലിപ്പണിക്കാരനാ, കിട്ടുന്ന പൈസ കൊടുത്ത് എൻ്റെ കൂടെ പറപ്പുങ്ങളെ പഠിപ്പിക്കണം. പിന്നെ എൻ്റെ ഫീസും കൂടെ കെട്ടിവെക്കാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് ഞാൻ എക്സാം എഴുതുന്നില്ല. തൊഴിൽ പഠിച്ച് ഒരു മെഷീൻ വാങ്ങിച്ചിടുക, കിട്ടുന്ന എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ട് ആ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് എൻ്റെ പിതാവിനെ സഹായിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. അങ്ങനെ ഒന്ന് ടീച്ചറുടെ നിർബന്ധം കൊണ്ട് ഫസ്റ്റ് ഇയർ എക്സാം എഴുതി. അതിൽ നമ്പറോട് കൂടി പാസ്സായി. അത് കണ്ടു കഴിഞ്ഞപ്പോൾ സെക്കൻഡ് വർഷം എഴുതാൻ പറഞ്ഞു. സെക്കൻഡും എഴുതി, തേർഡും എഴുതി. തേർഡും 82 78 79 80 1980 ഞാൻ 3 എക്സാമും പൂർത്തിയാക്കി. പിന്നെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞ് വീട്ടിലിങ്ങനെ ഇരുന്നു തയ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ മനസ്സിൽ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ എക്സാം എല്ലാം എഴുതിയല്ലോ, ദൈവം വിളിച്ച ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്ത ദൈവം, അതുകൊണ്ട് എനിക്കിനി എവിടെയെങ്കിലും ഒരു ചെറിയ ജോലി കിട്ടിയതായിരുന്നെങ്കിൽ എൻ്റെ പിതാവിനെ ഒന്ന് സഹായിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദിവസം അതിലൊരു പേപ്പറുകാരൻ വന്ന് ആ പേപ്പർ വാങ്ങിച്ച് ഞാൻ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിനകത്ത് തയ്യൽ സ്കൂളിലേക്ക് ടീച്ചർമാരെ ആവശ്യമുണ്ടെന്നും പറഞ്ഞൊരു ഹെഡിങ് കണ്ട് ഞാൻ അതിൻ്റെ അഡ്രസ്സ് എഴുതിയെടുത്ത് ഒരു ലിഫാഫ വാങ്ങിച്ച് അതിനകത്ത് ലെറ്റർ എഴുതി ആ അഡ്രസ്സിൽ പോസ്റ്റ് ചെയ്തു. അവിടെ കിട്ടിയ എൻ്റെ 15-ാം പക്കം എനിക്ക് റിപ്ലൈ വന്നു, സ്കൂളിലേക്ക് സെലക്ഷനായി എന്ന് പറഞ്ഞ്. ദൈവനാമത്തിന് സ്തോത്രം. ദൈവം നമ്മുടെ കണ്ണുനീര് കാണുന്ന ദൈവമാണ്. നമ്മുടെ സങ്കടങ്ങളിൽ നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവമാവുന്നത്. അതായത് ദൈവം നമ്മുടെ സങ്കേതവും ബലവും, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. അതുകൊണ്ട് കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും നമ്മുടെ കൂടെ ഇരുന്ന ദൈവം എനിക്ക് വഴിയും വാതിലും തുറന്നു. 1982 ഞാൻ ജോലിക്ക് കയറി. അങ്ങനെ കുടുംബത്തെ കുറച്ച് കഷ്ടങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. നീങ്ങി പിതാവിനൊരു സ്വല്പം ആശ്വാസമായി. അതിൽ കുറച്ചുള്ളത് അധ്വാനിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ കൂടെ പറപ്പങ്ങളെയൊക്കെ പഠിപ്പിച്ചു, അവരെയും എത്തേണ്ട രീതിക്കൊക്കെ എത്തിച്ചു. അങ്ങനെ പിന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് പല വിവാഹ ആലോചനകൾ വന്നു. അപ്പോൾ വരുന്നതൊക്കെ ഈ മർത്തോമ ചർച്ചുകാരും യാക്കോബിക് ചർച്ചുകാരുമായിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്കതൊന്നും വേണ്ട, എനിക്കിപ്പോൾ വിവാഹമേ വേണ്ട. 4 വർഷം ഞാൻ പിതാവിന് വേണ്ടി എന്തേലും ഒന്ന് ചെയ്യാതെ ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകുന്നത് ശരിയല്ല. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് കല്യാണം വേണ്ട എന്നുള്ള തീരുമാനത്തിൽ ഞാൻ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് പിന്നെ ഞാൻ എൻ്റെ പിതാവ് നിർബന്ധിച്ചപ്പോൾ ഞാൻ ഇപ്രകാരം പറഞ്ഞ്, ഞാൻ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആഗ്രഹം എനിക്ക് കിട്ടുന്ന സമയം സുവിശേഷ വേല ചെയ്യണമെന്നുള്ളത്. ഞാൻ സ്കൂളിൽ പോയേച്ച് തിരിച്ചു വരുമ്പോൾ ഞാൻ എൻ്റെ ബാഗിനകത്ത് ട്രാക്ട് ഇട്ടുകൊണ്ടാണ് പോകുന്നത്. ബസ്സിൽ വരുമ്പം ബസ്സിലുള്ളവർക്കൊക്കെ ട്രാക്ട് കൊടുക്കും. അങ്ങനെ ഈ ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് പല വീടുകളിൽ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു ചെറുപ്പത്തിലെ എൻ്റെ വിചാരങ്ങളും എൻ്റെ ഇഷ്ടവും അതായിരുന്നു. അതുപോലെ തന്നെ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. ദൈവനാമത്തിന് സ്തോത്രം. അങ്ങനെ ഇപ്പോൾ എൻ്റെ പിതാവ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് യോജിച്ചതായ ഒരു വരനെ ദൈവം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അതെന്തെങ്കിലും ഒരു സമയത്ത് വരും, അന്ന് ഞാൻ അതിന് സമ്മതിച്ചോളാം, അതുവരെ എന്നെ നിർബന്ധിക്കരുതെന്ന് പറഞ്ഞു. എൻ്റെ പിതാവ് അത് കേട്ട് വിട്ടു, ആ കാര്യങ്ങളൊക്കെ വിട്ടു. അങ്ങനെ 84 ഇതുപോലെ ഞാനൊരു ദിവസം സ്കൂളിൽ പോയ സമയത്ത് എനിക്കൊരു വിവാഹ ആലോചന ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ തൊടുപുഴ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വന്നു. അപ്പം വന്നപ്പോൾ ഞാൻ വീട്ടിലില്ല. അപ്പോൾ എൻ്റെ പിതാവ് പറഞ്ഞു, അവളിവിടെ ഇല്ല, അവൾ സ്കൂളിൽ പോയിരിക്കുകയാണ്. അപ്പോൾ അവർ വന്നവരെയും കൂട്ടി എൻ്റെ പിതാവ് ആ സ്കൂളിൽ വന്നു, എന്നെ കണ്ടു, എന്നെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു, ഞാൻ വിവരങ്ങളൊക്കെ പറഞ്ഞു. സന്തോഷമായിട്ട് അവർ പോയി. അത് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എൻ്റെ പിതാവിനോട് ചോദിച്ചു, പയ്യൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, സുവിശേഷ വേലയിലാണെന്നാണ് പറഞ്ഞത്. എവിടെയാണെന്ന് ചോദിച്ചു. പറഞ്ഞപ്പോൾ എവിടെയാണെന്ന് സ്ഥലം പറഞ്ഞിട്ടില്ല, സുവിശേഷ വേലയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി, എന്നാൽ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം എന്തോ അതുപോലെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അതായത് 1984 ജനുവരി 20-ാം തീയതി അവർ വന്ന് എന്നെ കണ്ടു. അവിടുന്ന് അവർ അങ്ങോട്ട് പോയിട്ട് എൻ്റെ പിതാവിനോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അവിടെ ചെന്നു, അവരുടെ വീടും കണ്ടു, ചുറ്റുപാടുകളൊക്കെ കണ്ടു, അവരുടെ ബന്ധുക്കളെ ആൾക്കാരെയൊക്കെ കണ്ട് തിരിച്ചു വരുന്നതിന് മുമ്പേ അവിടെ വെച്ച് തന്നെ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടാണ് ഇവർ വരുന്നത്. വിവരമൊന്നും എനിക്കറിയത്തില്ല. വീട്ടിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, മോനെ ഫെബ്രുവരി 20-ാം തീയതി കല്യാണം നടത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഈ ഒരു മാസം കൊണ്ട് എങ്ങനെ നടക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ദൈവം കൊണ്ടുവന്നതാണെങ്കിൽ ദൈവം അത് നടത്തി തരും, ഭാരപ്പെടേണ്ടെന്ന് പറഞ്ഞു. ദൈവസന്നിധിയിൽ ആ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങൾ
ഫെബ്രുവരി 20 കല്യാണം നടന്നു. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ മുഴുവൻ CSI സഭക്കാരായതുകൊണ്ട് അവരുടെ ചർച്ചിൽ വെച്ച് കല്യാണം നടത്താൻ സമ്മതിച്ചില്ല. പിന്നെ മൂലമറ്റം IPC ഹാളിൽ വെച്ചാണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. അവിടെ നിന്ന് തിരിച്ച് ഭർത്താവിൻ്റെ വീട്ടിൽ വന്നു. അവിടെ വന്ന് 2 ദിവസം അവിടെ നിന്നു. 3-ാമത്തെ ദിവസം അവിടെ നിന്ന് തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് വന്നു. എൻ്റെ വീട്ടിലും 2 ദിവസം നിന്നു. ഫെബ്രുവരി 25 ഞങ്ങൾ കേരളം വിട്ടു. എൻ്റെ പിതാവ് വളരെ ദുഃഖത്തോടെ പറഞ്ഞു, മോനെ 5 ദിവസമല്ലേ ആയുള്ളൂ, ഒരാഴ്ചയും കൂടെ ഇവിടെ നിൽക്കുക, എന്നിട്ട് വന്നു. പറഞ്ഞേരം പറഞ്ഞു, എനിക്ക് സമയമില്ല, എനിക്ക് തന്ന സമയം ഫെബ്രുവരി 28 ആകുമ്പോഴത്തേന് തീരും, മാർച്ച് 3 എനിക്ക് ബീഹാറിലെത്തണമെന്ന് പറഞ്ഞു. അന്നേരം എൻ്റെ അമ്മായിമാർ പറഞ്ഞ്, ഇവളെ ആരും അറിയാത്ത ഒരു ദേശത്തേക്കാണ് പറഞ്ഞു വിടുന്നത്, എന്ത് വിചാരിച്ചാണ് പറഞ്ഞു വിടുന്നത്, അവിടെ ചെന്ന് ജീവനോടെ വെക്കുകയോ കൊന്നുകളയുകയോ എന്ത് ചെയ്യുമെന്നൊന്നും നമ്മൾ അറിയത്തില്ല, നമുക്ക് കണ്ണെത്താത്ത ദേശത്തൊന്നും. അന്നേരം എൻ്റെ പിതാവ് പറഞ്ഞു, എനിക്ക് ചെയ്യേണ്ട കടമ ഞാൻ ചെയ്തു, ഞാൻ ഉത്തരവാദപ്പെട്ട ഒരാളെ ഏൽപ്പിച്ചു, ഇനി അവരുടെ ജീവിതം അവർ നോക്കട്ടെ, കൊന്നുകളയോ ജീവനോടെ വെക്കുകയോ അത് അവരുടെ ഇഷ്ടം എന്ന് പറഞ്ഞു. ദൈവനാമത്തിന് സ്തോത്രം. ഞങ്ങൾ അവിടുന്ന് 25 ബീഹാറിലേക്കുള്ള ട്രെയിൻ കയറി. 26 ഞങ്ങൾ ചെന്നൈയിൽ വന്നു. ചെന്നൈയിൽ ഞങ്ങളുടെ ഹെഡ് ഓഫീസ് ഉണ്ടായിരുന്നു. അന്ന് അച്ചാച്ചൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഓഫീസിൻ്റെ ഹെഡ് ഓഫീസ് ചെന്നൈയിലായിരുന്നു. അവിടെ വന്നു 2 ദിവസം അവിടെ തങ്ങി. അവിടുത്തെ ചർച്ചിലെ ആരാധന, പാട്ട് എന്ന് പറഞ്ഞതുപോലെ എല്ലാം ഞങ്ങളുടെ ടെസ്റ്റ് മണി എല്ലാം അവിടെ കൊടുത്തു. അതിനുശേഷം 28 അവിടുന്ന് ഞങ്ങൾ പട്നയ്ക്കുള്ള, അതായത് ബീഹാറിനുള്ള ട്രെയിൻ പിടിച്ചു. മാർച്ച് 2 ഞങ്ങൾ ഞങ്ങളുടെ ഹെഡ് ഓഫീസിൽ ജെയിംസ് ഡെഹറിയോൺസൺ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അവിടെ വന്ന് എനിക്കൊന്നും മലയാളം ഒരു സ്വല്പം ഇംഗ്ലീഷും അല്ലാതെ ഇച്ചിരി തമിഴും അറിയാം. പിന്നെ ഹിന്ദി എഴുതാനും വായിക്കാനും പക്ഷെ പറയാൻ അറിയത്തില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്നോട് ചോദിച്ചു, ഭാഷ പഠിക്കാതെ എങ്ങനെ നമ്മൾ വെളിയിൽ എവിടെയെങ്കിലും പോകുന്നത്? അതുകൊണ്ട് ഓഫീസിലെ അങ്കിള് പറഞ്ഞു, നീ ഒരു കാര്യം ഇവളെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ ഓർഫണേജ് ഉണ്ട്, അവിടെ 10-25 കുഞ്ഞുങ്ങളുള്ള ഒരു ഓർഫണേജ് ഉണ്ട്, അവിടുന്ന് ഒരു ദിവസത്തെ യാത്രയുണ്ട് ഓർഫണേജ് പിള്ളേർ താമസിക്കുന്ന അവിടേക്ക്. അവിടെ എന്നെ കൊണ്ടുവന്ന് അവിടെ ആക്കി 6 മാസം അവിടെ നിന്നു. 6 മാസം കൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ ഇടയിൽ നിന്ന് ഞാൻ ഹിന്ദി പഠിച്ചു, സംസാരിക്കാൻ പഠിച്ചു, നല്ലതുപോലെ എഴുതാൻ വായിച്ചു, ബൈബിള് വായിക്കാൻ പഠിച്ചു. അതിനിടയ്ക്ക് എൻ്റെ മലയാളം ബൈബിള് തിരിച്ചെൻ്റെ പിതാവിന് അയച്ചു കൊടുത്തു. അപ്പം ഞാൻ മലയാളം ബൈബിൾ അന്വേഷിക്കുക പഠിക്കാൻ വേണ്ടി. അന്നേരം പറഞ്ഞു, ബൈബിള് ഞാൻ അയച്ചു കൊടുത്തു, ഹിന്ദി ബൈബിള് വായിച്ചാൽ മതിയെന്ന് പറഞ്ഞു. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യട്ടെ. 3 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ നോക്കാൻ അവിടെ എന്നെ ഏൽപ്പിച്ചു. ഞാൻ എൻ്റെ കൂടപ്പിറപ്പുങ്ങളെ വളർത്തിയ ആ സ്ഥിതി അനുസരിച്ച് എൻ്റെ കുഞ്ഞുങ്ങളെ പോലെ, എൻ്റെ കൂടപ്പിറപ്പുങ്ങളെ പോലെ ഞാൻ അതുകളെ വളർത്തിയെടുത്ത്. ചില കുഞ്ഞുങ്ങൾ ബെഡിൽ മൂത്രമൊഴിക്കും, ചിലത് ലാട്രിൻ ചെയ്യും. അതൊക്കെ ഒരറപ്പും കൂടാതെ കഴുകി വൃത്തിയാക്കി സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ടു. അവർക്ക് 3 നേരം ആഹാരം ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ അവരെ സംരക്ഷിച്ച് 6 മാസം കൊണ്ട് ഹിന്ദി പഠിച്ചു. അതിനിടയ്ക്ക് അവിടുത്തെ പാസ്റ്ററാണെങ്കിൽ എന്നെ ഒരുപാട് ശല്യം ചെയ്തുകൊണ്ടിരുന്നു. കാരണം എൻ്റെ ഹസ്ബൻഡിനെ ഗ്രാമങ്ങളിൽ പറഞ്ഞു വിടും, ഒരാഴ്ചക്കൊക്കെ ആയിട്ട് പറഞ്ഞു വിടും. പിന്നെ ഞാൻ ഒറ്റപ്പെട്ട ഒരു റൂമിലാണ്, രാത്രിയിലൊക്കെ വന്നെന്നെ ഒരുപാട് ശല്യം ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ റൂം തുറക്കത്തില്ല, പല പ്രാവശ്യം പറഞ്ഞു റൂം തുറക്കാം. ഞാൻ പറഞ്ഞു, ഞാൻ റൂം തുറക്കത്തില്ലെന്ന്. തമിഴ് അറിയാവുന്നതുകൊണ്ട്, അവർ തമിഴായിരുന്നു. അപ്പം ഞാൻ തമിഴ് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ റൂം തുറക്കത്തില്ല എന്ന് പറഞ്ഞ് രാത്രിയിൽ മുഴുവൻ എത്രയോ രാത്രികൾ ഞാൻ ഉറങ്ങാതെ കഴിച്ചു കൂട്ട സമയങ്ങളുണ്ട്. 4 മണിയാകുമ്പോൾ എഴുന്നേറ്റ് ചൂള ഇടണം. ചൂള കൽക്കരിയാണ് ഇടുന്നത്, എനിക്കറിയത്തില്ല കൽക്കരി കത്തിക്കും. 1-2 പ്രാവശ്യം ആ ഭാഷയുടെ ഭാര്യ എനിക്ക് കാണിച്ചു തന്നു. പിന്നെ പതുക്കെ അത് പഠിച്ചു, പിന്നെ ശീലിച്ചു. അങ്ങനെ 6 മാസം കൊണ്ട് കംപ്ലീറ്റ് ഹിന്ദി പഠിച്ചു. പിന്നെ ഞങ്ങളെ ഓഫീസിൽ വിളിച്ചു, ഓഫീസിൽ ചെന്നു, സംസാരിച്ചു. അത് കഴിഞ്ഞ് 84 തന്നെ ഞങ്ങൾക്ക് ചർച്ച് ഫീൽഡ് തന്നു. ചർച്ച് ഫീൽഡ് ഞങ്ങൾ പോയി ചർച്ച് ഫീൽഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ 1986 എനിക്ക് എൻ്റെ മൂത്ത മോള് ജനിക്കുന്നു. ആ സമയത്തൊക്കെ ഞങ്ങൾ ഫീൽഡുകളിൽ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ഇന്നത്തെ സമയത്തെ പോലെ അന്ന് നമുക്ക് ഗ്രാമങ്ങളിൽ പോകാനോ എടുക്കാനോ ഒക്കെ വലിയ ബുദ്ധിമുട്ടുകളാണ്. ആരുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യാനോ ഒരു വചനം പറയാനോ ഒരു ട്രാക്ട് കൊടുക്കാനോ ഒന്നും സമ്മതിക്കത്തില്ല. മനുഷ്യൻ നമ്മളെ തല്ലി ഓടിക്കുമായിരുന്നു. ആ സമയത്തും ഞങ്ങൾ ഗ്രാമങ്ങളിൽ പോവും, ആൾക്കാരെ കാണും, അവരോട് സംസാരിക്കും. അങ്ങനെയൊക്കെ ഉള്ളൊരു
ഇതിൽ കൂടെ ഞങ്ങൾ മുന്നോട്ട് പോയി. ഒരു ദിവസം ഇതുപോലെ ഞങ്ങൾ ഇരുന്ന ഫീൽഡിൽ ഞങ്ങളുടെ സാറ് പറഞ്ഞു, ഒരു അനാഥാലയം തുടങ്ങാനുള്ള ഓഫറുണ്ട്, നിങ്ങൾ പിള്ളേരെ സംഘടിപ്പിച്ചാൽ നിങ്ങൾക്ക് ഞാൻ ആ ഓർഫനേജ് തുടങ്ങി തരാമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഔറംഗാബാദ് ജില്ല എന്ന് പറയും ഭയങ്കര, അതായത് ഗുണ്ടകളൊക്കെ ഉള്ള ഒരു നക്സലൈറ്റ് ഏരിയ ആയിരുന്നു. അവിടെ ആ ഗ്രാമത്തിൽ കടന്നുപോയി കുഞ്ഞുങ്ങളുടെ കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു വീട്ടിൽ ചെന്നപ്പം അവർ ഞങ്ങളെ വിളിച്ചിരുത്തിയിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ വന്നേന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഇന്നപോലെ അമ്മയും അപ്പനും ഇല്ലാത്ത കുഞ്ഞുങ്ങൾ, അതുപോലെ അപ്പനുണ്ട് അമ്മയില്ല, അമ്മയുണ്ട് അപ്പനുണ്ട്, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ, രണ്ടുപേരും ഇല്ലാത്ത കുഞ്ഞുങ്ങളെ എടുത്ത് അവരെ വളർത്തി അവരെ പഠിപ്പിച്ച് ജോലി വേണ്ടവർക്ക് ജോലി, അല്ല തിരിച്ച് അവരുടെ വീട്ടിൽ പോകണമെങ്കിൽ അങ്ങനെ പറഞ്ഞു വിടും. ആ ഒരു ഇതാണ് ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ഇരിക്കാൻ പറഞ്ഞിട്ട് അവിടെ ചുറ്റുപുറത്തുള്ള ആൾക്കാരെ എല്ലാം വിളിച്ചു കൂട്ടി കഴിഞ്ഞ ആൾക്കാരെല്ലാം വന്നു. ഇവർ ഇംഗ്ലീഷുകാരാണ്, നമ്മുടെ ആൾക്കാരെ എല്ലാം ക്രിസ്ത്യാനികളാക്കാൻ വന്നേക്കാണ്, ഇവരെ ജീവനോടെ വിടരുതെന്നും പറഞ്ഞ് ഞങ്ങളെ മൊത്തം ആൾക്കാർ വളഞ്ഞു. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത പോലെ ആൾക്കാരായി. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് മനസ്സിൽ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇവരുടെ മധ്യത്തിൽ ഞങ്ങളെ രക്ഷപ്പെടുത്താൻ നിന്നാലല്ലാതെ വേറെ ആരാലും അസാധ്യമല്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു 75-80 വയസ്സുള്ള ഒരു വൃദ്ധനായ മനുഷ്യൻ, അയാൾ മിലിറ്ററിയിൽ ജോലിയുള്ള ആളായിരുന്നു. അയാൾ ആ വഴിക്ക് കടന്നു വന്ന് ഇവിടുത്തെ ഈ ആളുടെ കൂട്ടം കണ്ടിട്ട് അയാൾ അവിടെ കയറി വന്നിട്ട് എന്താ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞ്, ഇവര് നമ്മുടെ ആൾക്കാരെ എല്ലാം ക്രിസ്ത്യാനികളാക്കാൻ വന്നിരിക്കുക, ഇവരെ ഇവിടുന്ന് വെറുതെ വിടാനൊക്കത്തില്ല, ഇവരെ വെടിവെക്കണമെന്ന് പറഞ്ഞു. അന്നേരം ആ മനുഷ്യനുള്ളിലേക്ക് കയറി വന്നിട്ട് പറഞ്ഞു, അവരെ തൊട്ടുപോയേക്കരുതെന്ന് പറഞ്ഞു. കാരണം അവരെ പോലെ നല്ല മനുഷ്യരെ കണ്ടുകിട്ടാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അവർ ചെയ്യുന്ന സേവനം മറ്റുള്ളവർക്ക് വേണ്ടി അവരെ തന്നെ അവർ സമർപ്പണം ചെയ്തിരിക്കുകയാണ്. അവർ മുഖാന്തരം അനേക കുടുംബങ്ങൾ, അനേക കുഞ്ഞുങ്ങളുടെ ഭാവി നല്ല രീതിയിൽ പോകുന്നുണ്ട്, അവരെ തൊട്ടുപോയേക്കരുതെന്ന് പറഞ്ഞു. അവിടുന്ന് ആ മനുഷ്യൻ ഞങ്ങളെ അവിടുന്ന് കൂട്ടി അയാളുടെ വീട്ടിൽ കൊണ്ടുപോയി അവിടെ ഇരുത്തി ഞങ്ങൾക്ക് ഉച്ചത്തെ ആഹാരം തന്നു. വൈകിട്ട് ഞങ്ങൾ 4 മണിയായപ്പോൾ അവിടുന്ന് പോരാനിറങ്ങി. ആ സമയത്ത് ഞങ്ങൾക്ക് ചായ തന്നു. ഞങ്ങൾ കഴിച്ചിട്ട് അവിടുന്ന് പോരുന്ന സമയത്ത് ആ വ്യക്തി ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് 25 30 കുഞ്ഞുങ്ങളെ ഞാൻ തരാം, അതിന് നിങ്ങൾ ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ടെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ അവിടെ ഇരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി ഞങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. ഞങ്ങൾ അവിടുന്ന് പോകുന്ന 1 മാസം കഴിഞ്ഞപ്പോൾ ആ അങ്കിൾ ഞങ്ങളുടെ അവിടെ വന്നു, ഞങ്ങളുടെ ചർച്ചിൽ വന്നു, ആരാധനയ്ക്ക് കൂടി. ആ പോകുന്ന സമയത്ത് പറഞ്ഞ്, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഞാൻ പിള്ളേരുമായിട്ട് വരും, അവർക്ക് താമസ സൗകര്യം എവിടാന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞ്, അപ്പുറത്ത് റൂം കെട്ടിയിട്ടിട്ടുണ്ട്, അവിടെ താമസ സൗകര്യമുണ്ട്, ബുദ്ധിമുട്ടൊന്നുമില്ല, പിന്നെ ഞങ്ങൾ അവരുടെ കൂടെ എപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 25 കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് കിട്ടി. ആ ഓർഫനേജ് നല്ലപോലെ നടന്നു, കുഞ്ഞുങ്ങളൊക്കെ പഠിച്ച് പ്രാപ്തിയായി. അങ്ങനെ 1990 വരെ ഞങ്ങൾ അവിടെ നിന്ന് 6 വർഷം ആ ഫീൽഡിൽ നിന്നു. 6 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങളെ അവിടെ നിന്ന് മാറ്റി, വേറൊരു സ്ഥലത്തേക്ക് മാറ്റി. അവിടെയും ചെന്ന് ഞങ്ങൾ ഇതുപോലെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇത് പറഞ്ഞൊരു ഓർഫനേജിനുള്ള സാഹചര്യമുണ്ട്, നോക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇന്നുവരെ ചെയ്തു വന്നത് അങ്ങനെയല്ലേ, അത് ചെയ്യുന്നതിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഓർഫനേജ് തന്നു. അവിടെ ഞങ്ങൾ 5 വർഷം നിന്നു. ആ 5 വർഷത്തിൻ്റെ ഉള്ളിൽ കുഞ്ഞുങ്ങളൊക്കെ പ്രാപ്തിയായി, അവർ പഠിച്ചു. പിന്നെ അങ്ങനെ മുൻപോട്ട് പോകുന്ന സമയത്ത് 5 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങളെ അവിടെ നിന്നും മാറ്റി. അങ്ങനെ ഓരോ ഫീൽഡിലും ഞങ്ങൾ നിന്ന് മാറി പോയി കഴിഞ്ഞ് ഞാൻ പറഞ്ഞു 96 ഞങ്ങളെ ഒരു ഫീൽഡിലാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഇവിടെ ഓർഫനേജും വേണ്ട, സ്കൂളും വേണ്ട, ഒന്നും വേണ്ട, നമ്മൾ മിനിസ്ട്രി ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ 96 ഞങ്ങൾ മിനിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു കൺവെൻഷൻ നടക്കുകയായിരുന്നു. ആ കൺവെൻഷൻ സമയത്ത് ഒരു ജവാൻ, ഒരു 30-32 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ പയ്യൻ വന്ന് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്യാണ് ഇവിടെ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞ്, ഞങ്ങൾ ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, അവരെ പാപങ്ങളിൽ നിന്ന്, രോഗത്തിൽ നിന്നും, ദുഃഖത്തിൽ നിന്നൊക്കെ ഉള്ളവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർ സുഖം പ്രാപിക്കുന്ന അങ്ങനെയുള്ളൊരു വേലയാണ് ഞങ്ങൾക്ക്. നിങ്ങൾക്ക് അതേക്കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, നിങ്ങൾ വീട്ടിൽ വാ, നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നോ പിറ്റേ ദിവസം അയാൾ വീട്ടിൽ വന്ന് ചോദിച്ചു, എൻ്റെ അമ്മ ഇന്ന പോലെ 10 വർഷമായിട്ട് എൻ്റെ അമ്മയെ ചങ്ങലയിലിട്ടിരിക്കുകയാണ്, അമ്മയ്ക്ക് ചെറുതായിട്ട് തലയ്ക്കൊരു സ്ഥിരമില്ലാഴിക വന്നു, അമ്മ
ചങ്ങലക്കിട്ടിരിക്കുകയാണ്. ആ റൂമിൽ ആർക്കും കയറാൻ പറ്റത്തില്ല, ആരെയും കയറ്റത്തുമില്ല, കയറിയാല് അമ്മ തല്ലുമെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിന്നെ അങ്ങനെ പോകുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു. അന്നേരം അച്ഛനോട് പറഞ്ഞു ഒന്നുമില്ല, വാ നമുക്ക് നാളെ രാവിലെ പോയിട്ട് വരാം. ഞങ്ങൾ വീട്ടിലിരുന്ന് അന്നത്തെ ദിവസം പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ അവിടെ ചെന്നപ്പം ആ സഹോദരൻ പറഞ്ഞു ചേട്ടാ അതിനകത്ത് കയറാനൊക്കത്തില്ല, അമ്മ തല്ലുവെന്ന് പറഞ്ഞു. അന്നേരം ഞങ്ങൾ പറഞ്ഞു അമ്മ തല്ലുകയില്ല, ഒന്നുമില്ല, നിങ്ങളൊരു കാര്യം ചെയ്യാം, റൂം തുറക്കാൻ പറഞ്ഞു. ഇവർക്ക് പേടിയാ റൂം തുറക്കാൻ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യുന്ന റൂം തുറന്നപ്പോൾ അവര് ഈ ജനലെ കയറി ഇരിക്കുക. ഒരു ബ്ലൗസും ഒരു പാവാടയും മാത്രമേ അവര് ഉപയോഗിച്ചിട്ടുള്ളൂ, സാരി ഒന്നും ഉടുക്കുന്ന എല്ലാം പറിച്ച് കളഞ്ഞിരിക്കുക. ആ ജനലെ കയറിയിരിക്കുക. ഞാൻ ചെന്ന് വാതിൽ തുറന്നപ്പോൾ ആ ജനലേന്ന് താഴെ ഇറങ്ങി എൻ്റെ അടുത്ത് വന്നു. എൻ്റെ മനസ്സിലൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു, കർത്താവേ ഇവര് തല്ലുവോ വല്ലതും ചെയ്യുമോ എന്നുള്ളത്. പക്ഷേ അവര് തല്ലിയില്ല. എൻ്റെ മുൻപിൽ വന്ന് നിന്നേച്ച് എൻ്റെ മുഖത്തേക്ക് കുറേ നേരം നോക്കി. അന്നേരം അവരുടെ മരുമോള് പറഞ്ഞു ആൻറ്റിയുടെ അടുത്ത് ആയതുകൊണ്ടാണ് തോന്നുന്നു അനങ്ങാതെ നിൽക്കുന്ന സ്ഥാനത്ത് ഞാൻ ചെന്നാൽ എന്നെ തല്ലുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, സ്വല്പം വെളിച്ചെണ്ണ എടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് അമ്മയുടെ തലയിൽ തൂക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ വേണ്ടെന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞ് തലയിലൊന്നും തൊടാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ എടുത്തോണ്ട് വാ, വിശ്വസിക്കുന്നു, ദൈവം അത്ഭുതം ചെയ്യും. അവര് പിന്നെ എണ്ണ എടുത്തോണ്ട് വന്നു. ഞാനും അച്ഛനും കൂടെ അത് പ്രാർത്ഥിച്ചു. അച്ഛൻ എൻ്റെ കയ്യിൽ തന്നു. ആ എണ്ണ ഞാൻ അവരുടെ തലയിൽ തേച്ചു. അരമണിക്കൂർ അവരുടെ അവിടെ തന്നെ ഇരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്തു, സ്വല്പം വെള്ളം ചൂടാക്കി കുളിപ്പിക്കാമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു കുളിക്കത്തൊന്നുമില്ല, വരത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ വെള്ളം ചൂടാക്ക്. അവിടുന്ന് വെള്ളം ചൂടാക്കി ബാത്റൂമിൽ വെച്ച് ഞാൻ വിളിച്ചു. ബാത്റൂമിൽ കൊണ്ടുപോയി അവരെ കുളിപ്പിച്ച് അവരുടെ തലയെല്ലാം കഴുകി അവിടെ കട്ടയായി കിടന്ന് തലമുടിയെല്ലാം കണ്ടിച്ച് കളഞ്ഞു കുളിപ്പിച്ച് അവരുടെ ഡ്രസ്സ് മാറി ഞാൻ തിണ്ണയ്ക്ക് കൊണ്ടുവന്ന് ഇരുത്തി കഴിഞ്ഞപ്പം അവരുടെ മോൻ പറഞ്ഞു നിങ്ങളെ ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. ഞങ്ങൾ 10 വർഷമായിട്ട് എൻ്റെ അമ്മയുടെ അടുത്തൊന്ന് പോകാനോ അമ്മയെ ഒന്ന് കാണാനോ കാണും, വാതിൽ തുറന്ന് കണ്ടേച്ചു പോലും, അല്ലാതെ ഒന്നും മിണ്ടാനോ പറയാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അവിടെ ഇരുന്ന് കർത്താവ് ആ അമ്മയ്ക്ക് പരിപൂർണ വിടുതൽ കൊടുത്ത് കർത്താവ് അവരെ ആ ബന്ധനത്തിൽ നിന്ന് വിടുവിച്ചു. കർത്താവ് അവിടെ അത്ഭുതം ചെയ്തു. ഞങ്ങളോട് കൂടെ തിണ്ണയിൽ വന്ന് ഇരുന്നിട്ട് മരുമോളോടെ വിളിച്ചേച്ച് പറഞ്ഞു മോളെ ഇവർക്ക് കാപ്പിയും ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, നമ്മുടെ വീട്ടിലെ ഗസ്റ്റ് അല്ലേ, ഇവരിങ്ങനെ ഇരുത്തിയേക്കുന്നത് എന്താന്ന് ചോദിച്ചു. ഞങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് ദൈവത്തോട് നന്ദി പറഞ്ഞു. കർത്താവേ ഈ ഒരു അവസരത്തിന് വേണ്ടിയാണല്ലോ ഈ മക്കൾക്ക് ഇത്രയും കാലം കാത്തിരുന്നത്. ദൈവത്തിന് സ്തോത്രം. ആ ഒരു ഭവനത്തെ കർത്താവ് അവിടെ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി. ആ ഭവനത്തിൽ 4 പേരുണ്ടായിരുന്നു. 4 പേരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഞങ്ങളോട് കൂടെ എവിടെ പോകുന്നിടത്തൊക്കെ ആ സഹോദരൻ ഞങ്ങളോട് കൂടെ ഫീൽഡിൽ വരികയും മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കുക. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മയ്ക്ക് സൗഖ്യം കിട്ടി. എൻ്റെ അമ്മ 10 വർഷമായിട്ട് ബന്ധനത്തിലായിരുന്നു. അങ്ങനെയുള്ള സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഒത്തിരിയും പേര് ഞങ്ങളുടെ ആരാധനയ്ക്ക് വരാൻ തുടങ്ങി. 96 ഞങ്ങളുടെ ആരാധനയില് 2 മാസത്തിനുള്ളില് 250 പേര് ആരാധനയ്ക്ക് വരാൻ തുടങ്ങി. ദൈവനാമത്തിന് സ്തോത്രം. ദൈവം അവിടുന്ന് ഞങ്ങളെ അത്ഭുതകരമായി വിടുവിച്ചു കൊണ്ട് മുൻപോട്ട് വന്നു. അങ്ങനെ അവിടുന്ന് ഞങ്ങള് ഇത് 98 വരെ അവിടെ നിന്നു. 98 കഴിഞ്ഞപ്പോൾ 98 അവിടുന്ന് ഞങ്ങളെ പിന്നീട് സ്ഥലം മാറ്റി ഞങ്ങളെ മോത്തിയാരി എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുവിട്ടു. അവിടെയും ഞാൻ പറഞ്ഞു ഇനി സ്കൂളും വേണ്ട ഒന്നും വേണ്ട, നമുക്ക് വേല തന്നെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന കാലയളവിൽ എൻ്റെ ഈ ഇളയ മോനെ അവൻ്റെ മൂത്ത മോനെ അവൻ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിൽ നിന്നും അവനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി. ഞങ്ങളൊരു ദില്ലിയിൽ ഒരു മീറ്റിങ്ങിന് പോയിരിക്കുകയായിരുന്നു. മീറ്റിങ്ങും കഴിഞ്ഞ് വന്നപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ മക്കളെ 2 കിഡ്നാപ്പ് ചെയ്തു, അവർ ചോദിക്കുന്ന പൈസ കൊടുക്കാതിരുന്ന കുഞ്ഞുങ്ങളെ തിരിച്ചു തരത്തില്ല, അവർ കൊന്നുകളയുമെന്ന് പറഞ്ഞു. ഞങ്ങളാകെ ഭാരപ്പെട്ടു. ഞങ്ങൾ പോയത് കർത്താവേ ദൈവനാമത്തിനായിട്ടാണല്ലോ ഞങ്ങൾ പോയത്, ഞങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിനല്ലല്ലോ പോയത്, എങ്കിലും ദൈവം എൻ്റെ കുഞ്ഞുങ്ങളെ സൂക്ഷിച്ചോളണം എന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ വന്ന അന്ന് തന്നെ അവൻ്റെ സ്കൂളിലേക്ക് പോയി. സ്കൂളിൽ ചെന്നവൻ പറഞ്ഞ് 2 ദിവസമായി കുഞ്ഞുങ്ങൾ സ്കൂളിൽ വന്നിട്ട് ഒരു വിവരം അറിയത്തില്ല എന്ന് പറഞ്ഞു. അവിടുന്ന് ഇവര് പോകുന്ന റിക്ഷയില് അവിടെ ഒരു ഹോട്ടലുകാരുണ്ട്. നമ്മുടെ അടുത്തുള്ള ഒരു അത് ഈ കിഡ്നാപ്പുകാർ കൊണ്ടുപോയി. അങ്ങനെ ഒത്തിരി നടക്കുന്ന ഒത്തിരി കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ട് പൈസ കൊടുക്കാഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ കൊന്നു കളഞ്ഞിട്ട് കവറിനകത്ത് കെട്ടി
കാർട്ടൂണിനകത്ത് കെട്ടി വീട്ടിന്റെ പടിക്കെ കൊണ്ടുവന്ന് വെച്ചേച്ച് പോകുമായിരുന്നു. ആ ഒരവസ്ഥയൊക്കെ ഓർത്തപ്പോൾ ഞങ്ങൾക്ക് വളരെ ദുഃഖം തോന്നി. എങ്കിലും ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ അവരുടെ സ്കൂളിൽ ചെന്നു. അവിടെ ഇല്ല. അപ്പോൾ അവർ സ്കൂളിൽ പോകുന്ന ഒരു ഓട്ടോറിക്ഷയിൽ ആ റിക്ഷക്കാരനൊരു ഹോട്ടലുണ്ട്. അന്ന് രാത്രിയിൽ അവരെ കൊണ്ടുപോയ സമയത്ത് ഈ റിക്ഷക്കാരൻ അവരെ കണ്ടു. ഒന്നും അല്ലാത്ത സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ അവിടെ പോയി നിൽക്കുന്നത് എന്താണെന്നും പറഞ്ഞ് ഇവരെ വിളിച്ച് ചോദിച്ചവൻ പറഞ്ഞു, ഇന്ന ഒരു അങ്കിൾ ഞങ്ങളിവിടെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയിട്ട് അയാൾ ബാത്റൂമിൽ പോയെന്ന് പറഞ്ഞു. ആളാരാന്ന് ചോദിച്ചു. കുഞ്ഞുങ്ങൾ പേര് പറഞ്ഞപ്പോൾ പറഞ്ഞു, അയ്യോ അത് പിള്ളേരെ കിഡ്നാപ്പ് ചെയ്ത് കൊടുക്കുന്നവനാ, നിങ്ങളെ വിറ്റ് കാശ് വാങ്ങിക്കുന്നവനാന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ആ ഡ്രൈവർ അയാളുടെ കടയിൽ എൻ്റെ കുഞ്ഞുങ്ങളെ രണ്ടിനെ ഒളിപ്പിച്ചു വെച്ചു. അവൻ വന്ന് നോക്കിയപ്പോൾ കുഞ്ഞുങ്ങളെ രണ്ടിനെ കാണാനില്ല. അവൻ തിരിച്ചങ്ങ് പോയി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ സ്കൂളിൽ ചെന്ന് അയാളുടെ മോനെ കൊണ്ടുവിടാൻ പോയപ്പം വിവരം പറഞ്ഞ് ഇന്ന പോലെ 2 കുഞ്ഞുങ്ങളെ, മക്കളുടെ പേര് അയാൾക്കറിയാം, അവരെ ഇന്ന പോലെ കിഡ്നാപ്പ് ചെയ്തിട്ട് ഞാൻ അവരെ വിളിച്ച് എൻ്റെ വീട്ടിലാക്കിയിരിക്കുകയാണ്. അവരെ ഇന്ന് സ്കൂളിലേക്ക് വിടത്തില്ല, അവരുടെ അപ്പനും അമ്മയും വന്നിട്ടേ വിടുകയുള്ളെന്ന് പറഞ്ഞു. ഞങ്ങൾ സ്കൂളിൽ ചെന്ന് അപ്പം ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് വിവരം കിട്ടി, ഇന്നടുത്ത് കുഞ്ഞുങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്നെ ആ കടയിൽ ചെന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ട് വീട്ടിൽ വന്നപ്പോഴും അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവരൊക്കെ പറഞ്ഞു, അവനെ കിട്ടാത്ത ദേഷ്യം കൊണ്ട് ഇനിയും പലതും ചെയ്യും, അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഇവിടെ നിർത്തരുതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവരെ 2 പേരെയും കൂടെ കൂട്ടി വേറൊരു സ്കൂൾ ഒത്തിരി ദൂരെ, അതായത് അവിടുന്ന് സിവാനെന്ന് പറയും, ആ സ്ഥലത്ത് ഒരു ഹോസ്റ്റലുണ്ട്, ഒരു മിഷൻ സ്കൂൾ ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ്റെ കൂടെ അവർ ഒന്നിച്ച് ബൈബിൾ സ്കൂളിലും OMTയിലും ഒക്കെ വർക്ക് ചെയ്ത പുള്ളിയുടെ സ്കൂളിൽ ചെന്ന് വിവരം ചോദിച്ചപ്പോൾ പറഞ്ഞു, ശരി ഞങ്ങൾ നിർത്താൻ കുഴപ്പമില്ല, പക്ഷെ ഒരാൾക്ക് 3000 രൂപ വെച്ച് ഫീസ് വേണമെന്ന് പറഞ്ഞു. ഞാൻ നോക്കിയിട്ട് ഫീസ് അത്രയും കൊടുക്കാനുള്ള സാധ്യതയില്ല, എങ്കിലും എന്തേലും ആവട്ടെ, കുഞ്ഞുങ്ങളെ രക്ഷിക്കണമല്ലോ എന്നും പറഞ്ഞ് അവരെ കൊണ്ട് അവിടെ വിട്ടു വന്ന്. എൻ്റെ ഇളയ മോൻ 4ാം ക്ലാസ്സിലും അവൻ്റെ മൂത്തവൻ 6ലും പഠിക്കുന്ന സമയമായിരുന്നു. അവരെ അവിടെ കൊണ്ടുവന്ന് വിട്ടേച്ച് വന്നു. അവിടെ ഹോസ്റ്റലിലാക്കി. മാസാമാസം അവർക്കുള്ള ഫീസ് കൊടുക്കണം. പല ഞെരുക്കങ്ങൾ കൂടി മുൻപോട്ട് പോയി. ഞങ്ങൾക്ക് വലിയ സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു. അവർ ചുരുക്കമായ സപ്പോർട്ടേ ഉള്ളൂ. മൂത്ത 2 കുഞ്ഞുങ്ങൾ ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ മിഷനറിയിൽ തന്നെ അവിടെ ഹോസ്റ്റലിൽ പഠിക്കുന്ന അവരുടെ കാര്യങ്ങൾ നോക്കണം. അവർക്ക് മാസത്തിലൊരിക്കൽ സോപ്പ്, എണ്ണ എന്ന് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും അവർക്കും കൊടുക്കണം. ഇവരുടെയും കാര്യം നോക്കണം. അപ്പം ഞാൻ ഈ അച്ഛൻ്റെ കൂടെ പഠിച്ചാണുള്ള ആ സാറിനോട് പറഞ്ഞ്, സാറേ ഇന്ന പോലെയാണ് ഞങ്ങളുടെ സിറ്റുവേഷൻ, അതുകൊണ്ട് മക്കളുടെ ഫീസ് ഇച്ചിരി കുറച്ച് തരാമോ എന്ന് ചോദിച്ചു. അന്നേരം എന്നോട് പറഞ്ഞു, ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട, അവരുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാമെന്ന് പറഞ്ഞു. പക്ഷേ പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ അത് ക്രമീകരണം ചെയ്തോളാമെന്ന് പറഞ്ഞു. അവർ 10ാം ക്ലാസ് കഴിയുന്നിടം വരെയും ആ സാറ് അവരുടെ ഫീസിന്റെ ലിസ്റ്റ് എഴുതി വെച്ചിട്ട് അത് കീറി മാറ്റിക്കളയുമായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ്റെ ഭാര്യ ഒരു സ്വല്പം കടും പിടുത്തമുള്ള പുള്ളിക്കാരത്തിയായിരുന്നു. പുള്ളിക്കാരത്തി വന്ന് എപ്പോഴും ചോദിക്കും, ഗ്രേസിന്റെയും പ്ലസിന്റെയും പൈസ കിട്ടിയില്ലല്ലോ, എന്ത് എന്ന് ചോദിക്കും. അന്നേരം പറഞ്ഞ് അത് കിട്ടി, ഞാനത് വണ്ടിയുടെ കാര്യത്തിന് ചിലവാക്കി, അങ്ങനെ ചിലവാക്കി, അവിടെ ചിലവാക്കി, ഇവിടെ ചിലവാക്കി എന്ന് പറഞ്ഞു. അതുപോലെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ആ 6000 രൂപ ഞങ്ങൾക്ക് ഇളവ് ചെയ്ത് തന്നു. അവർ 10ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. മക്കൾ അവിടുന്ന് രക്ഷപ്പെട്ടു. പിന്നെ ഞങ്ങൾ അവിടുന്ന് 2036 സമയത്ത് പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ പല പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആഹാരം കഴിക്കാനില്ല, പട്ടിണി, ദാരിദ്ര്യം, അങ്ങനെ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചു. ചില സമയത്ത് കുഞ്ഞുങ്ങൾ വെക്കേഷന് വന്നു കഴിഞ്ഞാൽ ഒരു നേരത്തെ അരിയാഹാരം കൊടുക്കാൻ ഞാൻ കൊതിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് വരുമാനം കുറവാണ്. പിന്നെ ഈ തയ്യൽ അറിയാവുന്നതുകൊണ്ട് തയ്ച്ച് കിട്ടുന്ന പൈസ കൊടുത്ത് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു വെച്ച് കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുമായിരുന്നു. ഒരു പ്രാവശ്യം അവർ വന്നപ്പോൾ 3 ദിവസം അടുപ്പിച്ച് കാലത്ത് ഉച്ചയ്ക്കും വൈകിട്ടും ഞാൻ ചപ്പാത്തി തന്നെ ഉണ്ടാക്കി കൊടുത്തു. ആ സമയത്ത് എൻ്റെ ഇളയ മോൻ എന്നോട് ചോദിച്ചു, മമ്മി ഇത്രയും ദിവസം ആയില്ലേ, ഈ ചപ്പാത്തി തന്നെയല്ലേ തിന്നുന്നത്, ഇച്ചിരി ചോറുണ്ടാക്കി തന്നുകൂടെ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വലിയ വിഷമം തോന്നി. കാരണം എൻ്റെ കയ്യിലില്ല എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ. അന്നേരം ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ദൈവം ഇന്ന് നമുക്ക് നല്ലൊരു ആഹാരം തരും. നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലുള്ള ആഹാരം തന്നു ദൈവം നമ്മളെ പോറ്റും. അതായത് കാക്കയെ കൊണ്ട് ഭക്ഷണം കൊടുത്ത ദൈവം നമുക്കും അതുപോലെ ആഹാരം തരുമെന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവര് ആദ്യം പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പളിന്റെ ആങ്ങള ക്യാൻസറിന്റെ അസുഖമായിട്ട് ഡൽഹിയിൽ ആശുപത്രിയിലായിരുന്നു.
അവിടുന്ന് ഡോക്ടർ പറഞ്ഞ് ഇനി രക്ഷയൊന്നുമില്ല, വീട്ടിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അവരെ വീട്ടിൽ കൊണ്ടുവന്നു. അപ്പം ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വന്നതിന് ശേഷം ഞങ്ങൾ ഒരാഴ്ച ഉപവസിച്ച് പ്രാർത്ഥിച്ചു ആ സഹോദരന് വേണ്ടിയിട്ട്. കർത്താവ് അത്ഭുതം പ്രവർത്തിച്ച് പരിപൂർണ്ണ വിടുതൽ കൊടുത്തു. പിന്നെ പോയി ടെസ്റ്റ് ചെയ്യിച്ചു വന്നപ്പോൾ പറഞ്ഞു, ക്യാൻസറിന്റെ ഒരു രോഗാണുക്കൾ പോലും നിങ്ങളുടെ ശരീരത്തിലില്ല, നിങ്ങൾക്ക് അങ്ങനെ ഒരു രോഗമേ ഇല്ല എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ആ സന്തോഷത്തിന് അവർ വീട്ടിലന്ന് ഞങ്ങൾക്ക് വേണ്ടി ആഹാരം തയ്യാറാക്കി. എൻ്റെ കുഞ്ഞുങ്ങൾ 3 ദിവസമായി അരി ആഹാരം കഴിച്ചിട്ട്. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. ഞങ്ങളെ അന്ന് വിളിച്ചു, വൈകിട്ടത്തെ ആഹാരം അവിടെയാണെന്നും പറഞ്ഞ് വിളിച്ചു. ഞങ്ങൾ പോയി പ്രാർത്ഥന നടത്തി. ഞങ്ങൾക്ക് വേണ്ട ആഹാരങ്ങൾ, ഞങ്ങൾക്കറിയത്തില്ല മേശപ്പുറത്ത് എന്തൊക്കെ സാധനങ്ങളായിരുന്നു നിരത്തി വെച്ചിരുന്നതെന്ന്. ഇറച്ചിക്ക് മീനിന് മീന്, ബിരിയാണി, പഴവർഗ്ഗങ്ങൾ എന്ന് വേണ്ട സർവ്വ സാധനങ്ങളും ആ മേശപ്പുറത്തുണ്ടായിരുന്നു. ആൻറ്റി പറഞ്ഞു, മക്കളെ നിങ്ങൾക്ക് ആവശ്യമുള്ളിടത്തോളം എടുത്ത് കഴിക്കും, നിങ്ങൾ ആരോടും ചോദിക്കണ്ട, ഇത് നിങ്ങളുടെ വീട് എന്ന് പറഞ്ഞു. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. കാക്കയെ കൊണ്ട് ഭക്ഷണം കൊടുക്കുന്ന ദൈവം നമുക്കും ഭക്ഷണം തന്നു. അവിടുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് പോരാൻ ഇറങ്ങിയപ്പോൾ ആൻറ്റി ഒരു വലിയ ടിഫിൻ നിറച്ച് ബാക്കി വന്ന ആഹാരം മൊത്തം തന്നു വിട്ടേച്ച് പറഞ്ഞ്, ഇവിടെ ഇരുന്നാൽ ആരും കഴിക്കത്തില്ല, മക്കൾ കൊണ്ടുപോക്കോ, അവിടെ ചെന്നാളെ കുഞ്ഞുങ്ങൾക്ക് രാവിലെ കൊടുക്കാവെന്ന് പറഞ്ഞു. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവം. അതായത് ബാലസിംഹങ്ങൾ വരെ കിട്ടാതെ വിശന്നിരിക്കും, എന്നാൽ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. ഹൃദയം തുടങ്ങിയവർക്ക് യഹോവ സമീപസ്ഥരെ അവൻ രക്ഷിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാരങ്ങളും ഞങ്ങളുടെ വേദനകളും കണ്ടു. ഞങ്ങൾക്ക് വേണ്ടി ഭോജനത്തെ കർത്താവ് അവിടെ ഒരുക്കി. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ ഭക്ഷണം കഴിച്ച് തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾക്കുള്ള ആഹാരം പിറ്റേ ദിവസത്തേക്കുള്ളതും തന്നു വിട്ടു. അങ്ങനെ ഒരാഴ്ച സുരക്ഷിതമായിട്ട്. പിന്നെ ഇച്ചിരി പൈസ അവിടെ ഇവിടെയൊക്കെ കിട്ടാനുണ്ടായിരുന്നു, തയ്യലിൻ്റെ ഒക്കെ, അതൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് പിന്നെ വീട്ടിലെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പക്ഷേ സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് സിലിണ്ടർ നിറയ്ക്കാൻ പൈസയില്ല. 4 സിലിണ്ടർ, 2 വലുതും 2 ചെറുതും കാലിയായിട്ട് ഇരിപ്പുണ്ട്, നിറയ്ക്കാൻ പൈസയില്ല. ആഹാരം ഉണ്ടാക്കുന്ന എങ്ങനെയെന്നുള്ള ചിന്തയിൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് മുഴുവൻ മാന്തോട്ടമാണ്. ആ മാന്തോട്ടത്തിൽ ഞാനും അച്ഛനും കൂടെ രാത്രിയിൽ ലൈറ്റും എടുത്തുകൊണ്ട് പോയിട്ട് ചൂലുകൊണ്ട് മാവിൻ്റെ ഉണങ്ങിയ ഇല അടിച്ചു കൂട്ടി 4-5 ചാക്കിൽ നിറച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ആരും കാണാതെ പുറകുവശത്ത് വെച്ചു. അതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് കത്തിച്ച് കുഞ്ഞുങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ പലവിധമായ കഷ്ടതയിൽ കൂടെ മുൻപോട്ട് പോയി. എങ്കിലും ദൈവം ഞങ്ങളെ പട്ടിണിയില്ലാതെ ഓരോ ദിവസവും വഴി നടത്തി. ദൈവനാമത്തിന് സ്തോത്രം. അങ്ങനെ ഞങ്ങൾ 2020 ഞങ്ങള് നിന്ന ആ ഫീൽഡ് വിട്ടു. അവരുമായിട്ടുള്ള ഞങ്ങൾക്ക് എവിടെ നിന്നാലും മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരാത്തതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു, ഇനിയും ജെയിംസിന്റെ കൂടെ നിൽക്കുന്നില്ല, ഇനി തന്നെ എവിടെയെങ്കിലും നമുക്ക് വേല ചെയ്യാമെന്ന് പറഞ്ഞു. ദൈവനാമത്തിന് സ്തോത്രം. അങ്ങനെ ഞങ്ങൾ 2001 ജെയിംസ് ചപ്ര എന്ന് പറയുന്ന സ്ഥലത്ത് ഫീൽഡിൽ തുടങ്ങി. 2001 മുതൽ 2004 വരെ നല്ല സുരക്ഷിതമായിട്ട് കർത്താവ് ഞങ്ങളെ വഴി നടത്തി. ഓരോ വീടുകളിൽ പോകാനും സുവിശേഷം അറിയിക്കാനും, അനേകർ കടന്നു വരുവാൻ, അനേക രോഗികൾ കടന്നു വന്നു സൗഖ്യം പ്രാപിച്ചു. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്ക് വിവാഹം കഴിഞ്ഞ് 8-9 വർഷം കുഞ്ഞുങ്ങളില്ലാത്തവർ വന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് അവർക്ക് കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിച്ചു. അതുപോലെ ഭൂതബാധിതരായവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവർക്ക് ദൈവം സൗഖ്യം കൊടുത്തു. അങ്ങനെ ഓരോ കാര്യങ്ങളിൽ കർത്താവ് അവിടെ അത്ഭുതങ്ങളുടെ മുകളിൽ അത്ഭുതങ്ങൾ നടത്തി ഞങ്ങളുടെ അവിടുത്തെ വിശ്വാസ ജീവിതം മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 2005 അച്ചാച്ചന് ചെറിയൊരു തലവേദന വന്നു. പെട്ടെന്ന് കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു, ഒന്നും കാണാൻ വയ്യാതായി. അവിടുന്ന് ഞാൻ മദ്രാസിൽ തിരുച്ചിനാപ്പള്ളി കൊണ്ടുവന്ന് കണ്ണിന്റെ ഓപ്പറേഷൻ കഴിച്ചു. അവിടെ ചെന്ന് കൊണ്ടുവന്ന് തിരിച്ചു വന്നതിന് ശേഷം ഡോക്ടർ അപ്പോഴും പറഞ്ഞു, കണ്ണിലേക്ക് പോകുന്ന ഒരു ഞരമ്പുണ്ട്, ആ ഞരമ്പ് ഉണങ്ങി തുടങ്ങി, അതിലേക്ക് രക്തഓട്ടമില്ല, അതുകൊണ്ടാണ് കണ്ണിന്റെ കാഴ്ച കുറഞ്ഞതെന്ന് പറഞ്ഞു. എങ്കിലും ദൈവത്തിന് സ്തോത്രം ചെയ്ത് അവിടുന്ന് ഒരു കണ്ണിന് അല്പം കാഴ്ച കിട്ടി. അതുകൊണ്ട് വന്നു. പതുക്കെ 2007 ആയപ്പോഴത്തേന് അതായത് മുഴുവൻ കാഴ്ചയും പോയി. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായി. എന്നിട്ടും ഞങ്ങളുടെ ഫീൽഡിലെ വേലകൾ വിട്ടില്ല. ദൈവനാമത്തിന് സ്തോത്രം. കുഞ്ഞുങ്ങള്
സ്കൂളിൽ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ മോൻ ഇളയ മോൻ കോളേജിൽ പഠിക്കുക, മറ്റവർ രണ്ടുപേരും ബികോമിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. മോളും പൂർണിയ എന്ന് പറയുന്ന സ്ഥലത്ത് അവളും ബികോമിന് ഫൈനൽ ഇയർ ആയിരുന്നു. അങ്ങനെ അവരുടെ പഠിത്ത കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ഇളയ മോൻ വീട്ടിലുണ്ട്, അവൻ നമ്മുടെ അടുത്തുള്ള ഒരു കോളേജിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾ രാവിലെ ഇവൻ കോളേജിൽ പോയി കഴിയുമ്പോൾ വീടിൻ്റെ താക്കോലും അവൻ്റെ കൊടുത്തേച്ച് ഞങ്ങൾ രണ്ടുപേരും സൈക്കിൾ റിക്ഷ വിളിക്കും. ആ സൈക്കിൾ റിക്ഷയിൽ കയറി ഇരുന്ന് അച്ഛനെ പിടിച്ച് കയറ്റും സൈക്കിൾ റിക്ഷയിൽ. അന്ന് പുള്ളിക്ക് നല്ല വെയിറ്റ് ഒക്കെ ഉള്ള ശരീരമായിരുന്നു, എങ്കിലും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് താങ്ങി പിടിച്ചൊക്കെ വണ്ടി റിക്ഷയിൽ കയറ്റി ഞങ്ങൾ ഗ്രാമങ്ങളിൽ പോകും. അപ്പോൾ രാവിലെ പോയാൽ ചിലപ്പോൾ രാവിലെ 8 മണി 9 മണി ആകുമ്പോൾ പോയാൽ വൈകിട്ട് 4 മണി ആകുമ്പോഴൊക്കെയാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത്. ചിലപ്പോൾ ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചു, വല്ലവരും എന്തെങ്കിലും തന്നാൽ കഴിച്ചു, അത്രയേ ഉള്ളൂ. അങ്ങനെ ഫീൽഡുകളിൽ പോയി സുവിശേഷമൊക്കെ അറിയിച്ച് തിരിച്ച് വീട്ടിൽ വന്നിട്ടായിരിക്കും ചില സമയത്ത് ഞങ്ങൾ ആഹാരം ഉണ്ടാക്കി കഴിക്കുന്നത്. ചിലപ്പം ഞങ്ങൾ തിരിച്ചു വരാൻ വൈകുമ്പോഴത്തേന് എൻ്റെ ഇളയ മോൻ ആഹാരമൊക്കെ ഉണ്ടാക്കി വെക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ട് ഇങ്ങനെ വെക്കൊണ്ടിരുന്ന സമയത്ത് 2012 ഇതുപോലെ ഞങ്ങൾ പറഞ്ഞു, നമുക്ക് ഏതായാലും ഇത്രയും നാളായില്ലേ, 2001 മുതൽ ഇത്രയും നാളായി, നമ്മൾ വീട്ടിലൊന്ന് പോയിട്ട് നമുക്ക് വീട്ടിലൊന്ന് പോകാമെന്ന് പറഞ്ഞു. അതായത് 2005 മുതൽ 2012 വരെ പുള്ളിയുടെ കണ്ണിന് കാഴ്ചയില്ല, ആരും തിരിച്ചറിയത്തില്ല, ഇവരുടെ ശബ്ദം കൊണ്ട് മാത്രം തിരിച്ചറിയും. ദൈവം ഉള്ളിലെ കണ്ണിന് കാഴ്ച കൊടുത്തിരുന്നോണ്ട് ചർച്ചിൽ ആദ്യം വരുന്ന ഒരാളുടെ സൗണ്ട് കേട്ടാൽ പിറ്റേ ആഴ്ച വരുമ്പോൾ ചോദിക്കും അത് ഇന്ന ആളല്ലേ എന്ന് ചോദിക്കും. അയാളുടെ സൗണ്ട് കേട്ടാൽ മതിയായിരുന്നു, അപ്പോൾ മനസ്സിലാക്കും. അതുപോലെ അനേക പാട്ടുകൾ എനിക്ക് തോന്നുന്ന കണ്ണ് കാഴ്ചയുള്ള സമയത്ത് 480 500 പാട്ടോളം പുള്ളി എഴുതി, സ്വയം എഴുതി, അത് ട്യൂണിങ് ചെയ്ത് ഞങ്ങൾ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഭോജ്പൂരി, ഹിന്ദി, തമിഴിൽ നിന്ന് ഹിന്ദി, മലയാളത്തിൽ നിന്ന് ഹിന്ദി, ഇംഗ്ലീഷിലുള്ളത് ഇംഗ്ലീഷിലാക്കേണ്ടത് അങ്ങനെ ചെയ്യും. അങ്ങനെ ഒത്തിരിയും പാട്ടുകൾ എഴുതും. അതുപോലെ 12 ഉപകരണങ്ങൾ വായിക്കുമായിരുന്നു. നക്ഷത്രത്തിൻ്റെ കുടുംബക്കാർ മൊത്തം സംഗീതം പഠിച്ചവരായിരുന്നു. അപ്പം അച്ഛനും അത് പഠിച്ചിട്ടുണ്ട്. 12 ഉപകരണങ്ങൾ വായിക്കുമായിരുന്നു. ആ ശീലം എൻ്റെ മക്കളെയും പഠിപ്പിച്ചു. എൻ്റെ 4 മക്കൾ നല്ലവണ്ണം വായിക്കുകയും പാടുകയും ഒക്കെ ചെയ്യും. അങ്ങനെ ദൈവകൃപയാൽ അങ്ങനെ മുൻപോട്ട് പോയിരുന്ന സമയത്താണ് ഞങ്ങൾ 2012 വീട്ടിൽ പോകാനായിട്ട് പ്ലാനിട്ട് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് മക്കളെയും കൂട്ടി ഞങ്ങൾ ഇതുപോലെ പോകുന്ന സമയത്ത് ഞങ്ങൾ രാത്രിയിൽ ട്രെയിനിൽ കയറി. വ്യാഴാഴ്ചയായിരുന്നു വ്യാഴാഴ്ച ട്രെയിനിൽ കയറി. അവിടുന്ന് വെള്ളിയാഴ്ച, വ്യാഴം, വെള്ളി, ശനി അല്ല, ഞങ്ങൾ വ്യാഴാഴ്ച വീട്ടിലെത്തി. ഇവിടുന്ന് ചൊവ്വാഴ്ചയായിരുന്നു ട്രെയിന്. ഞങ്ങൾ വ്യാഴാഴ്ച വീട്ടിലെത്തി. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതുപോലെ പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് ബൈബിൾ എടുത്ത് സങ്കീർത്തനം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 34 സങ്കീർത്തനം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എനിക്ക് സങ്കടമുണ്ട്. കാരണം എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് അവിടെ ചെല്ലുമ്പോൾ എൻ്റെ വീട്ടുകാരെന്ത് പറയും, കണ്ണിന് കാഴ്ചയില്ല, ആരെയും കാണാൻ പറ്റുകയില്ല. ആ ഉള്ളൊരു ദുഃഖത്തിൽ ഞാനിങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പോവുമായിരുന്നു. കർത്താവേ, വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പെങ്കിലും കണ്ണിനൊരു കാഴ്ച സ്വല്പമെങ്കിലും കിട്ടണേ, കുഞ്ഞുങ്ങളുടെ മുഖയിലും കണ്ട് വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാവരും കണ്ടൊന്ന് സന്തോഷിക്കാൻ. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുക. അന്നേരം എന്നോട് പറഞ്ഞു, അതായത് ഒരു 6 വാക്യം ഞാൻ വായിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ബൈബിൾ ഇങ്ങനെ ഞാൻ വായിക്കാം. ഞാനന്നേരം പറഞ്ഞു, അച്ചാച്ചൻ്റെ കണ്ണിന് കാഴ്ചയില്ലല്ലോ, പിന്നെ എങ്ങനെ ബൈബിൾ വായിക്കും? നേരം പറഞ്ഞു, നീ ഞാൻ വായിച്ച് കേൾപ്പിക്കാമെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ നിന്ന് ബൈബിള് വാങ്ങിച്ച് 34 സങ്കീർത്തനം 35 സങ്കീർത്തനം കംപ്ലീറ്റ് വായിച്ചു കഴിഞ്ഞു പറഞ്ഞടി, ദൈവം എൻ്റെ കണ്ണിന് കാഴ്ച തന്നു, അതുകൊണ്ടല്ലേ ഞാൻ ബൈബിള് വായിച്ചതെന്ന് പറഞ്ഞു. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. നമ്മളെ ഒരു നാളും കൈവിടത്തില്ല, നമ്മളെ ഉപേക്ഷിക്കയില്ല. അങ്ങനെ ബൈബിള് വായിച്ചു, ഞങ്ങൾ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് വെച്ച് പറഞ്ഞു, എത്ര വർഷമായി എൻ്റെ കുഞ്ഞുങ്ങളുടെ മുഖമൊക്കെ ഒന്ന് കണ്ടിട്ടെന്നും പറഞ്ഞ് കുഞ്ഞുങ്ങളെ വിളിച്ചടുത്തിരുത്തി കുഞ്ഞുങ്ങളുമായിട്ട് സന്തോഷിച്ചു. ഞങ്ങൾ സന്തോഷമായി വീട്ടിൽ ചെന്നു. പിറ്റേ ദിവസം രാവിലെ കാപ്പികുടിയൊക്കെ കഴിഞ്ഞിങ്ങനെ ഞങ്ങൾ ചെല്ലുന്നെന്ന് പറയുമ്പോൾ അച്ചാച്ചൻ്റെ പെങ്ങന്മാരും ചേട്ടന്മാരുടെ മക്കളും ചേട്ടത്തിമാരെല്ലാം ഒന്നിച്ചൊരു വട്ടം, ഞങ്ങൾ മുറ്റത്ത് വട്ടം കൂടിയിരുന്നു. വർത്താനം പറയും, ഇവിടുത്തെ വിശേഷങ്ങൾ പറയും, ഇവിടുത്തെ ഞങ്ങൾ പോയ കാര്യങ്ങൾ പറയും, ഇന്ന ഗ്രാമത്തിൽ പോയി ഇന്നത് പറ്റി എന്നൊക്കെ പറഞ്ഞ് ഓരോ വിശേഷങ്ങൾ ഇവിടുത്തെ പറയും. അവരെ വിശ്വാസത്തിലേക്ക്, അവരെല്ലാം CSIക്കാരല്ലേ, അപ്പോൾ അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവരെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, എനിക്ക് എന്തോ ഒരു വല്ലാഴിക വരുന്ന പരദേശം പോലെ വെള്ളം വേണമെന്ന്. ഞാൻ വെള്ളം എടുത്തുകൊണ്ടെന്ന് ചൂടുവെള്ളം കൊണ്ട് കൊടുത്തു കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു,
എനിക്ക് കിടക്കണമെന്ന് പറഞ്ഞു. അന്നേരം ഏറ്റവും മൂത്ത ചേട്ടൻ ചോദിച്ചു, അവനെന്നാ പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്തോ വയ്യാഴിക പോലെ കിടക്കണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് വണ്ടി വിളിച്ചു, റോഡരികിൽ തന്നെ വണ്ടി വിളിച്ചു, അടി ആയതുകൊണ്ട് പെട്ടെന്ന് വണ്ടി വിളിച്ചു. വണ്ടി കയറ്റി ഞങ്ങൾ ആശുപത്രി കൊണ്ടുവന്ന് ആശുപത്രി വാതൊക്കെ ചെന്നിട്ട് വണ്ടി തുറന്ന് വണ്ടിയിൽ താഴേക്ക് ഇറക്കിയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. ഇവിടെ കാൽ രണ്ട് തളർന്നതുപോലെ പോവുകയാണ്. പിന്നെ പെട്ടെന്ന് സ്ട്രക്ചർ എടുത്തു കൊണ്ടുവന്ന് സ്ട്രക്ചറെ കിടത്തി ഡോക്ടറെ അടുത്ത് കൊണ്ടുവന്ന് ഡോക്ടർ ടെസ്റ്റ് ചെയ്തേച്ച് പറഞ്ഞു ഇനി നോക്കാനൊന്നുമില്ല, ആള് പോയി എന്ന് പറഞ്ഞു. ഡോക്ടർ ടെസ്റ്റ് ചെയ്തേച്ച് പറഞ്ഞു സൈലന്റ് അറ്റാക്ക് ആയിരുന്നു, നിങ്ങൾക്ക് മനസ്സിലായില്ല, അതുകൊണ്ട് അങ്ങനെ പറ്റിയെന്ന് പറഞ്ഞു. അപ്പം വേറൊരു ഡോക്ടർ വന്നേച്ച് പറഞ്ഞു അല്ലല്ല, ഇതെന്തോ വിഷാംശം കഴിച്ചിട്ട് അങ്ങനെ സംഭവിച്ചതാണ്, അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാതെ പറ്റുകയല്ലെന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ മൂത്ത മക്കൾ രണ്ടും എൻ്റെ കൂടെയുണ്ട്, ചേട്ടന്മാരുടെ മക്കളും ഉണ്ട്. അന്നേരം പറഞ്ഞില്ല അങ്ങനൊന്നും പറ്റിയിട്ടൊന്നുമില്ല, രാവിലെ കാപ്പികൂടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിന്ന് വർത്താനം പറഞ്ഞിരുന്നപ്പോൾ ഒരു തളർച്ച പോലെ വന്നു, അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നതാന്ന് പറഞ്ഞു. ആ ഡോക്ടർ എന്ത് ചെയ്താൽ സമ്മതിക്കത്തില്ല പോസ്റ്റ്മോർട്ടം ചെയ്യാതെ. ഞങ്ങൾ സമ്മതിക്കത്തില്ല പോസ്റ്റ്മോർട്ടം ചെയ്യാൻ. ഞങ്ങൾ ഒരു തർക്കത്തിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ അച്ചാച്ചൻ്റെ അപ്പൻ്റെ ചേട്ടൻ്റെ മോനൊരു പോലീസുണ്ട്. പുള്ളി എന്തോ കാര്യത്തിന് ആശുപത്രിയിൽ വന്നപ്പോൾ ഞങ്ങളെ കണ്ടു, ചോദിച്ചു എന്നാ കാര്യമെന്ന് ചോദിച്ചാൽ പറഞ്ഞ് ഇന്ന പോലെയാണ് കാര്യങ്ങൾ, പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമാണ് എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ നേരിട്ട് ചെന്ന് ഡോക്ടറുമായിട്ട് സംസാരിച്ച് പറഞ്ഞു എൻ്റെ അനിയൻ ഇവിടെയല്ല, അവൻ വർഷങ്ങളായിട്ട് ബീഹാറിലാണ്, സുവിശേഷ വേലയിലാണ്, അവന് വിഷം കുടിക്കുക അല്ലെങ്കിൽ മദ്യം കുടിക്കുക അങ്ങനെ ഒരു സിഗരറ്റോ ഒരു ബീഡി പോലും വലിക്കാത്ത ഒരു വ്യക്തിയാണ്. പിന്നെ എങ്ങനെ നിങ്ങൾ പറയുന്നത് അവൻ വിഷം കുടിച്ചെന്ന്? ഞാനത് സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു. ലാസ്റ്റ് അങ്ങനെ പറഞ്ഞ് ഒരുപാട് തർക്കങ്ങൾ ഉണ്ടായിട്ട് നേരെ എൻ്റെ മൂത്ത മോൻ പറഞ്ഞു എൻ്റെ പപ്പയുടെ മേത്ത് കത്തി വെച്ചാ നിങ്ങളെ ഞാൻ വെറുതെ വിടുക. ഞാൻ പറഞ്ഞു മോനെ അതൊന്നും പറയാതെ, ആശുപത്രിയല്ലേ, നിങ്ങളുടെ ചെറുപ്പപ്രായമാണ്, നിങ്ങൾ ദേഷ്യപ്പെടാമെന്ന് പറഞ്ഞു. പിന്നെ പെട്ടെന്ന് മോർച്ചറിയിൽ വെച്ച് ഞങ്ങൾ തിരിച്ചു വന്നു. ഞാൻ തിരിച്ചു വരുമ്പം എൻ്റെ ഇളയ മോനും മോളും വീട്ടിലുണ്ട്. ഞങ്ങൾ വരുന്ന കണ്ട് ഇളയ മോനോടി വന്നിച്ച് എന്നെ കെട്ടിപ്പിടിച്ചു വെച്ചു മമ്മി പപ്പ എന്തിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മോനെ പപ്പ ആശുപത്രിയിലാന്ന് പറഞ്ഞു. പപ്പയ്ക്ക് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഇനിയുമായിട്ട് ആരെങ്കിലും പോകണം എന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ചു. പക്ഷെ എൻ്റെ മോക്ക് വിശ്വാസമായില്ല, അവൾക്ക് മനസ്സിലായി പപ്പയ്ക്ക് എന്തോ പറ്റിയെന്നുള്ളത്. അപ്പൊ അവള് വന്ന് എന്നോട് ചോദിച്ചു, മമ്മി അവനെ കേൾക്കാതെ വന്ന് എന്നോട് ചോദിച്ചു മമ്മി പപ്പയ്ക്ക് എന്നാ പറ്റിയേ, പപ്പയ്ക്ക് എന്ത് പറ്റി, പപ്പ എന്തിനാ അവിടെ വെച്ചിട്ട് വന്നതെന്ന് ചോദിച്ചത്. ഞാൻ പറഞ്ഞു മോനെ ഇന്ന പോലെയാണ് സംഭവിച്ചത്, അതുകൊണ്ട് പപ്പയെ മോർച്ചറിയിൽ വെച്ചിട്ട് വന്നു എന്ന് പറഞ്ഞു. ഞായറാഴ്ച ശവം അടക്കണം. അവിടുന്ന് ഞങ്ങള് വൈകിട്ട് വീട്ടിൽ വന്ന് കയറിയപ്പോൾ മുതലുള്ള മഴ, വെള്ളി ശനി 2 ദിവസം തൊള്ളിവിടാത്ത ഭയങ്കര മഴ. അന്നേരം അവരെല്ലാം പറയാൻ തുടങ്ങി ഞായറാഴ്ച അടക്കണം, ഇതുപോലെ മഴയാണെങ്കിൽ എന്ത് ചെയ്യും, ടാർപ്പായി വലിച്ച് കെട്ടേണ്ടി വരും, ഡെഡ് ബോഡി കൊണ്ടുവന്ന് വെച്ചാൽ എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് ഞാൻ രാത്രി മുഴുവൻ ശനിയാഴ്ച രാത്രി കംപ്ലീറ്റ് ഉറങ്ങാതെ, ഒരുപോലെ കണ്ണുപോലും ഉറങ്ങാതെ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച് കർത്താവേ ഇത്രയും വർഷം ബീഹാറിലെ ദൈവവേലയ്ക്കായിട്ട് നിലനിന്നു, ദൈവനാമ മഹത്വത്തിനായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് ഇവിടെ വന്ന് മറ്റുള്ളവർക്ക് നിന്ദിക്കാനോ ദുഷിക്കാനോ പഴിക്കാനോ ഉള്ള ഒരു കാരണം വരരുത്. നാളത്തെ ദിവസം മഴ പെയ്യരുത് കർത്താവേ, അങ്ങനെ ഒരു സന്ദർഭം കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഞാനും ഇനിയും മുന്നോട്ട് ബീഹാറിലേക്ക് പോവുകയില്ലെന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തോടെ ദൈവസന്നിധിയിൽ രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ എന്റെ ചേട്ടൻ എഴുന്നേറ്റ് വന്നു, എന്റെ കുഞ്ഞെ കടന്ന് ഉറങ്ങും, നീ എത്ര നേരം ഇങ്ങനെ ഉറക്കളച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ഉറക്കം വരുന്നില്ല, ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, നാളത്തെ ദിവസം മഴ പെയ്യരുത്, നാളെ നല്ല വെയിൽ വേണം, എന്റെ അച്ഛനെ അടക്കുമ്പോ മഴയാണെന്നും പറഞ്ഞ് ആരും പരാതി പറയരുത് എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. രാവിലെ 8 മണിയായപ്പം പോയി, 9 മണിയായപ്പോൾ അച്ഛൻ്റെ ഡെഡ് ബോഡി വീട്ടിൽ വന്നു, കൊണ്ടുവന്ന് വെച്ചു. അന്നത്തെ ദിവസം വന്ന വെയിൽ പോലെ ഒരു ദിവസം പോലും വെയിലുണ്ടായിട്ടില്ലെന്ന് അവിടെ ചുറ്റുപുറത്തുള്ളവരൊക്കെ പറഞ്ഞു. എല്ലാവരും ഡെഡ് ബോഡിയും കൊണ്ട് ചർച്ചിൽ വന്നപ്പം കൊണ്ടുവന്ന് വെച്ചപ്പം കാണാൻ വേണ്ടി വന്നവരൊക്കെ കൊടയും ചൂടിയാ വന്നത്. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്ന അച്ഛൻ്റെ ബോഡി അടക്കി വന്നവരെല്ലാം പോയി, ബന്ധുക്കളും ചാർച്ചക്കാരും എല്ലാവരും പോയി. ലാസ്റ്റ് 8 മണിയായപ്പോഴത്തേനും പോകേണ്ടവരെല്ലാം പോയി കഴിഞ്ഞു. ആഹാരം കഴിക്കാൻ എന്നെ വിളിച്ചാൽ പറഞ്ഞു എനിക്ക് ആഹാരമൊന്നും വേണ്ട, എന്നെ വീട്ടുകാർ കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും കൊടുത്തേക്കാൻ പറഞ്ഞ അനിയൻ്റെ ഭാര്യയോട്. അവള് പിന്നെ കുഞ്ഞുങ്ങളെ വിളിച്ചു ആഹാരം കൊടുത്ത് എന്നെ നിർബന്ധിച്ചില്ല. ആ 8 മണിക്ക് ശേഷം തുടങ്ങിയ മഴ
3 ദിവസം തുള്ളി തോരാത്ത മഴയായിരുന്നു. അന്നേരത്ത് എൻ്റെ മൂത്ത ചേട്ടൻ എന്നോട് വന്ന് പറഞ്ഞു, കുഞ്ഞ്, നിന്റെ വിശ്വാസം ഭയങ്കരമാണ്. ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നു. അവനെ അടക്കി എല്ലാവരും പോകുന്നിടം വരെ ഇവിടെ ഒരു കുഴപ്പമില്ലായിരുന്നു. മഴയുടെ ഒരു കാറുമില്ല, ഒരു കോളുമില്ല, ഒരു കാറ്റുമില്ല, ഒന്നുമില്ലായിരുന്നു. പക്ഷെ 8 മണി കഴിഞ്ഞപ്പോൾ മുതലുള്ള മഴ 3 ദിവസം അടുപ്പിച്ച് രാവും പകലും അവിടെ മഴ പെയ്തെന്നുള്ളതാണ്. ദൈവനാമത്തിന് സ്തോത്രം. അത് കഴിഞ്ഞ് സെപ്റ്റംബർ 21 അച്ചാച്ചൻ 2012 സെപ്റ്റംബർ 21 മരിക്കുന്നു. ഒക്ടോബർ 15 ഞാൻ അവിടുന്ന് വീണ്ടും തിരിച്ച് ബീഹാറിലേക്ക് പോരുകയാണ്. എൻ്റെ വീട്ടുകാരും എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെല്ലാം പറഞ്ഞു, കുഞ്ഞുങ്ങളുമായിട്ട് ഇനി എന്തിനാ പോകുന്നത്, ഇവിടെ നിന്നുകൂടെ എന്ന് ചോദിച്ചാൽ പറഞ്ഞില്ല. എൻ്റെ അച്ഛൻ ചെയ്തു വെച്ച് പോയതിൻ്റെ ബാക്കി വേല എനിക്കത് പൂർത്തീകരിക്കണം. ഞാൻ ഇവിടെ നിൽക്കത്തില്ല, എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അതുകൊണ്ട് ഞാൻ വീണ്ടും തിരിച്ചു പോവുക എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് ബീഹാറിൽ വന്നു. പിന്നെയും കഷ്ടതയുടെയും ദുരിതങ്ങളുടെയും മധ്യത്തിൽ കൂടെ ഞാൻ കടന്നുപോയി. ആരും ഒരു കൈ സഹായമില്ല. കുഞ്ഞുങ്ങൾ പഠിക്കുന്നു, അവരെ പഠിപ്പിക്കണം. രാവും പകലും തയ്ച്ചു കൊടുത്ത് ആ കിട്ടുന്ന പൈസയും കൊടുത്ത് ഞാൻ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമൊക്കെ പൂർത്തീകരിച്ചു. അങ്ങനെ മുൻപോട്ട് പോയി. അപ്പൊ ഇളയ മോനെ മ്യൂസിക് പഠിക്കണമെന്ന് പറഞ്ഞു. അവനെ അതിന് വിട്ടു. അവനത് പഠിക്കുന്നു. അതിൻ്റെ കൂടെ അവന് ഹാഫ് ടൈമിൽ സ്കൂളിൽ ജോലി ചെയ്യുമായിരുന്നു. BCom പഠിച്ചത് കൊണ്ട് കണക്കിന്റെ കാര്യത്തിന് വേണ്ടി പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ അവനതും പഠിച്ചു, കൂട്ടത്തിൽ മ്യൂസിക്കും പഠിച്ചു. അപ്പോൾ അങ്ങനെ മുൻപോട്ട് പോയി. 2014 എനിക്ക് ഡയബറ്റീസിന്റെ അസുഖം വന്ന് എൻ്റെ വലത്തെ കാലില് മുട്ടിന്റെ താഴെ വരെ പഴുത്തു. കാല് നിലത്ത് വയ്ക്കാൻ വയ്യാത്ത അവസ്ഥയിലായി. കാലുകൊണ്ട് ഒന്ന് ഓപ്പറേഷൻ ചെയ്യിച്ചു. 6 മാസം എനിക്ക് ബെഡ് റെസ്റ്റിലിരിക്കേണ്ടി വന്നു. ഓരോ തവണയും ഡ്രസ്സിങ്ങിന് പോകുമ്പോൾ എത്ര ചുരുങ്ങിയാലും 1000 രൂപ ഡ്രസ്സിങ്ങിന് വേണം. 3 ദിവസം കൂടുമ്പം ഡ്രസ്സിങ്ങിന് പോകണമായിരുന്നു. അപ്പൊ എനിക്ക് നിവൃത്തിയില്ലാതെ വന്നപ്പോൾ എന്നെ നോക്കിയ ഹോസ്പിറ്റലിൽ ഒരു മലയാളി നേഴ്സ് ഉണ്ടായിരുന്നു. അവള് കോട്ടയംകാരിയായിരുന്നു. പുള്ളിക്കാരത്തിയോട് ഞാൻ പറഞ്ഞു, മോളെ ഇന്ന പോലെയാണ്, ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ ഇനിയും വരികയില്ല, ഏതെങ്കിലും വരുന്ന രീതിയിൽ പോട്ടെ എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, അല്ല ആൻറ്റി വാ, ഇവിടെ വാ, ഞാൻ എൻ്റെ വീട്ടിൽ നിർത്തി ആൻറ്റിയെ നോക്കിക്കോളാമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് പേടിയായിരുന്നു. കാരണം അവളുടെ ഹസ്ബൻഡ് ഏത് രീതിയിൽ ഇടപെടുമെന്നുള്ളത് നമുക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു, മോളെ നിന്റെ ഭർത്താവ് നിന്നോട് ദേഷ്യപ്പെടും, നിനക്ക് 2 കുഞ്ഞുങ്ങളും ഉള്ളതല്ലേ, അവരെ നോക്കണ്ടേ എന്ന് പറഞ്ഞു. അല്ല ആൻറ്റി പോരെ, ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞു. എൻ്റെ ഒരു ചേച്ചിയെ നോക്കുന്ന പോലെ ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞു. ഞാൻ അവളുടെ വാക്ക് കേട്ട് അവിടെ ചെന്നു. അവൾ എന്നെ ആദ്യത്തെ ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡ്രസ്സ് ചെയ്യിച്ചു. ഡോക്ടർ കണ്ടേച്ച് പറഞ്ഞു, കാല് ചിലപ്പോൾ മുറിച്ച് കളയേണ്ടി വരുമെന്ന് പറഞ്ഞു. അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ പകുതി ജീവൻ പോയി. കർത്താവ്, കാലും കൈയും ഉണ്ടായിട്ട് ജീവിക്കാൻ വയ്യ, കാലും കൂടി ഇല്ലാതായ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തും എന്നുള്ള ആ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു. അന്നേരം കർത്താവ് എന്നോട് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വഴി നടത്തും എന്നുള്ള ഒരു വചനം എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു. അങ്ങനെ 5 മാസം ഞാൻ അവളുടെ വീട്ടിൽ നിന്നു. 5 മാസം കഴിഞ്ഞപ്പം അവള് ഡോക്ടറുള്ള സമയത്ത് എന്നെ കൊണ്ടുപോകത്തില്ല. ഡോക്ടറുള്ള സമയത്ത് കൊണ്ടുപോയാൽ 1000 രൂപ കൊടുക്കണം, അല്ലാതിരുന്നാൽ അവളെല്ലാം ചെയ്തു തരും. അപ്പോൾ ഡോക്ടർ ഡ്യൂട്ടി കഴിഞ്ഞ് പോയി കഴിയുമ്പോൾ അവൾ ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്നു കഴിഞ്ഞിട്ട് ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് എന്നെ കൊണ്ടുപോയി ഡ്രസ്സിങ് ചെയ്യിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടിട്ടാണ് വൈകിട്ടത്തെ ഡ്യൂട്ടിക്ക് പോകുന്നത്. അങ്ങനെ 5 മാസം എന്നെ ശുശ്രൂഷിച്ചു. ആ 5 മാസം കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു, കുതികാലിൻ്റെ അവിടെ സ്വല്പം കരിയാൻ ബാക്കിയുണ്ട്, അപ്പോൾ തുടയിൽ നിന്ന് തൊലി എടുത്ത് വെക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു, ഒന്നും ചെയ്യണ്ട, ഇത്രയും ദൈവം സഹായിച്ച് എൻ്റെ കാല് കരിഞ്ഞെങ്കിൽ ഇനിയും എൻ്റെ കാല് എൻ്റെ ദൈവം തന്നെ അത് കരിപ്പിച്ചോളും, ഡോക്ടർ തൊലി എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഏതാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്ന ദൈവം, ജീവിക്കുന്ന ദൈവം എൻ്റെ ദൈവം യേശു ക്രിസ്തു, നമുക്ക് വേണ്ടിയിട്ട് പാപികൾക്ക് വേണ്ടി മരിച്ച ദൈവമാണ്. ആ ദൈവം മരിച്ചുയർത്തെഴുന്നേറ്റ് ആ ദൈവത്തെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും ദൈവമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു, എനിക്കൊരു ചെറിയ പ്രശ്നമുണ്ട്, നീ പ്രാർത്ഥിച്ചാൽ മാറുമെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എന്താന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് വർഷങ്ങളായി നടുവേദനയാണ്, എനിക്ക് ഒത്തിരി നേരം ഇരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ആ വീട്ടിൽ വന്ന്, ഇങ്ങനെ ഡയബറ്റീസാണ്, ഉപവാസം എടുക്കാൻ പറ്റത്തില്ല, ആഹാരം 3 നേരം കഴിക്കണം. ഞാൻ അവളോട് പറഞ്ഞു, ആ മോളോട് പറഞ്ഞു, മോളെ 3 ദിവസം ഇനി ഞാൻ ഫാസ്റ്റിങ്ങില്ല. അന്നേരം അവളും എന്നെ വഴക്ക് പറഞ്ഞു, ആൻറ്റി ഫാസ്റ്റിംഗ് എടുക്കരുത്, എനിക്ക് ബുദ്ധിമുട്ട് വരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാരമില്ല മോളെ, ബുദ്ധിമുട്ടൊന്നുമില്ല, ദൈവം നടത്തിക്കോളൂ എന്ന് പറഞ്ഞെങ്കിലും ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പറഞ്ഞു. വൈകിട്ട് ആഹാരം കഴിക്കുമായിരുന്നു. അങ്ങനെ 3 ദിവസം പ്രാർത്ഥിച്ചു. 4ാമത്തെ ദിവസം ഞാൻ ഡോക്ടറെ അടുത്ത് ചെന്നു. ഡോക്ടർ എന്നോട് ചോദിച്ചു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ പ്രാർത്ഥിച്ചു.
പക്ഷെ ഇപ്പൊ എന്റെ നടുവേദന എതിരെ പോയെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ദൈവം നിങ്ങളെ സൗഖ്യമാക്കിയെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു ബൈബിൾ എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറ് ഞാൻ ബൈബിളൊന്നും കൊണ്ടുവന്നിട്ടില്ല, ബൈബിളൊക്കെ എൻ്റെ വീട്ടിലാ. ഞാൻ ചോദിച്ചു ഹിന്ദി ബൈബിൾ വേണോ ഇംഗ്ലീഷ് വേണോ എന്ന് ചോദിച്ചാൽ സാറ് പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷ് മതി, ഹിന്ദി വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ മോനോട് അവള് പറഞ്ഞു ഇന്ന ദിവസം മോനെ വിളിക്ക്, എനിക്ക് പോകാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ മോനെ വിളിച്ചു. ഇളയ മോനും മൂത്ത മോളും കൂടെ വന്ന് എന്നെ കൊണ്ടുവരാനായിട്ട് വന്നപ്പോൾ ഞാൻ പോരുന്നതിന് മുമ്പ് മോനോട് പറഞ്ഞു മോനെ ബൈബിൾ എടുത്തുകൊണ്ട് വരണം, മമ്മിയുടെ പെട്ടിയില് ഇംഗ്ലീഷ് ബൈബിൾ ഇരിപ്പുണ്ട്, ഓൾഡ് ടെസ്റ്റ്മെന്റും ഉണ്ട്, അതിനകത്ത് ന്യൂ ടെസ്റ്റ്മെന്റും ഉണ്ട്, ആ വലിയ ബൈബിൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ദൈവനാമത്തിന്റെ സ്തോത്രം. ആ ബൈബിൾ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് ആ ഡോക്ടറുടെ കയ്യിൽ കൊടുത്തു. ഡെയിലി പുള്ളി ആ ബൈബിള് വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. സമയം കിട്ടുമ്പോഴൊക്കെയും ബൈബിള് വായിക്കും. പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ കാണാൻ ചെല്ലുമ്പോൾ എന്നോട് പല ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു. അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അവിടെ കണ്ണില്ലാത്തവന് കണ്ണ് കൊടുത്തു, കാലില്ലാത്തവന് കാല് കൊടുത്തു, അങ്ങനെ പല അത്ഭുതങ്ങളും ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഉണ്ട്. ഞാൻ ചോദിച്ചു സാറ് വിളിക്കുന്ന ദൈവം എത്ര പേരെ സൗഖ്യമാക്കിയിട്ടുണ്ടെന്ന് ചോദിച്ചു. അന്നേരം അയാൾ എന്നോട് പറഞ്ഞു ഞങ്ങളും ആരാധിക്കുന്ന ദൈവം കല്ലും മുള്ളും മണ്ണും, അതെന്നോ ചെയ്യാനാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാർ അതൊക്കെ വിട്ടിട്ട് ഈ ജീവനുള്ള ദൈവത്തെ വിശ്വസിക്ക്, ഈ വചനത്തിൽ വിശ്വസിച്ച് സാർ മുൻപോട്ട് പോയാൽ സാറിന് ഒരു കുഴപ്പവും വരത്തില്ല എന്ന് പറഞ്ഞു. ദൈവനാമത്തിന് സ്തോത്രം. 6 മാസം കഴിഞ്ഞ് ഞാൻ പിന്നീട് ഡോക്ടറെ കാണാൻ ചെന്നപ്പം ആ ഡോക്ടർ എന്നോട് പറഞ്ഞ് എനിക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ അവിടെ ആരും ഇല്ല, ഞാൻ ആരെ ഏർപ്പെടുത്തും. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് വേറെ ഒരു പാസ്റ്റർക്ക് ഫോൺ ചെയ്തു. പാസ്റ്റർ ഇന്ന പോലെയാണ് ഒരു ആഗ്രഹമുണ്ട്, പാസ്റ്റർ ഇവിടെ വരുമോ എന്ന് ചോദിച്ചു. പുള്ളി വന്നു, പാസ്റ്ററുമായിട്ട് സംസാരിച്ചു. ഞാനും പാസ്റ്ററും കൂടെ ഒരു ദിവസം ഡോക്ടറെ അടുത്ത് പോയി ഒരു ഡേറ്റ് വെച്ചിട്ട് അവിടെ ചെന്ന് ആ ഡോക്ടറെ സ്നാനപ്പെടുത്തി. ദൈവനാമത്തിന് സ്തോത്രം. ആ ഡോക്ടറുടെ ഭാര്യയും വിശ്വാസത്തിൽ വന്നു, മോനും വിശ്വാസത്തിൽ വന്നു. മോളെ നേരത്തെ കല്യാണം കഴിച്ചു കൊടുത്തതുകൊണ്ട് അവളെ വിശ്വാസത്തിൽ വരാൻ പറ്റിയില്ല. ഡോക്ടറും ഡോക്ടറുടെ ഭാര്യയും മോനും മോന്റെ ഭാര്യയും വിശ്വാസത്തിൽ വന്നു. ഡോക്ടർ കുടുംബം ഒന്ന് സുഖമായി ജീവിക്കുന്നു. അങ്ങനെ മുൻപോട്ട് പോയി. കുറെ 2015 2014 മൂത്ത മോന്റെ വിവാഹം കഴിഞ്ഞു. 2015 മോളുടെ വിവാഹം നടത്തി. മോളുടെ വിവാഹത്തിന്റെ സമയത്ത് വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിച്ചു. കാരണം അവളുടെ കല്യാണം ആലോചിച്ച് ഞാൻ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ എൻ്റെ കയ്യിൽ 50 രൂപ മാത്രമാണുള്ളത്. ആ 50 രൂപയും കൊണ്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് ദൈവസന്നിധിയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ 50 രൂപയുണ്ട്, ഞാനും ഉണ്ട്. എൻ്റെ കുഞ്ഞിന്റെ വിവാഹം അതായത് സെപ്റ്റംബറിൽ പോയി കണ്ടേച്ച് വന്നു. ഒക്ടോബറിൽ ഒക്ടോബർ നവംബർ 2 മാസത്തെ സമയം. ഡിസംബറിൽ വിവാഹം നടത്തണം. മോള് അന്ന് സ്കൂളിൽ ചെറിയൊരു ജോലി ചെയ്യുന്നുണ്ട്. അത് കിട്ടുന്ന പൈസ കൊടുത്ത് കുടുംബകാര്യങ്ങൾ ആവശ്യങ്ങൾ നടത്തുന്നു. അപ്പൊ അങ്ങനെ 21 ദിവസത്തെ ഫാസ്റ്റിംഗ് എടുത്തു. ഞങ്ങൾ രണ്ടുപേരും കൂടെ 21 ദിവസം ഫാസ്റ്റിംഗ് എടുത്ത് പ്രാർത്ഥിച്ചു, കർത്താവേ എൻ്റെ കുഞ്ഞിന്റെ വിവാഹം നടക്കണം, എൻ്റെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ല, അങ്ങ് തന്നല്ലാതെ ഒരു കാര്യവും നടക്കത്തില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ 21 ദിവസം പ്രാർത്ഥിച്ചു. 21ാമത്തെ ദിവസം 5 മണിയായപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഫാസ്റ്റിംഗ് നിർത്തി. ഒരു ഗ്ലാസ് ചായ ഇട്ട് കുടിക്കാമെന്നുള്ള രീതിയിൽ മോള് ചായ ഇട്ട് കൊണ്ട് തന്നു. ഞാൻ ആ ചായ കുടിച്ചോണ്ടിരുന്ന സമയത്ത് എൻ്റെ വാതിലിൽ ആരോ വന്ന് മുട്ടി. ഞാൻ വാതിൽ തുറന്നപ്പോൾ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തി. ഞാൻ ചോദിച്ചു നിങ്ങൾ ആരാ, നിങ്ങൾ എവിടുന്ന് വരുന്നതെന്ന് ചോദിച്ചു. ഞാൻ നിങ്ങളെ ഒരിക്കലും കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു ഒരാഴ്ചയായി ഞാൻ നിങ്ങളുടെ വീട് അന്വേഷിച്ച് നടക്കുക, നിങ്ങളുടെ പേരും എനിക്ക് വെളിപ്പെടുത്തി തന്നു. എന്നോട് പറഞ്ഞു വെറും കൈയായി നിങ്ങളെ പോയി കാണരുത്, കാണാതിരിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ആ മനുഷ്യൻ ഒരാഴ്ച വീടുകൾ അന്വേഷിച്ച് നടന്ന് വന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ അവിടെ വന്നപ്പോൾ അയാള് വെറുതെ ഒന്ന് കയറി നോക്കിയത് ആരുടെ വീടാണെന്നറിയാന്. ഏതായാലും കയറി വന്നപ്പം എന്നോട് ചോദിച്ചു നിങ്ങളുടെ പേരാണോ സൂസൻ ജോർജ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആണെന്ന് പറഞ്ഞു. എവിടുന്ന് വരുവാന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു എവിടുന്ന് വരുവാന്നൊന്നും എന്നോട് ചോദിക്കണ്ട, എനിക്ക് നിങ്ങളെ ഒന്ന് കാണണമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വിളിച്ച് ഉള്ളിലിരുത്തി ചായയൊക്കെ ഇട്ട് കൊടുത്ത് ചായ കുടിച്ചു. പോകാനായിട്ട് എഴുന്നേറ്റ സമയത്ത് പുള്ളി ഒരു ലിഫാഫ് എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. ഞാനത് വാങ്ങിച്ചു, പ്രാർത്ഥിച്ചു. ആ മനുഷ്യൻ പോവുകയും ചെയ്തു. ഞാൻ അത് കഴിഞ്ഞിട്ട് ആ ലിഫാഫ് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് 10,001 രൂപയുണ്ടായിരുന്നു. ആ പൈസ കയ്യിൽ വാങ്ങിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ കൊടുത്ത് പ്രാർത്ഥിച്ചു, കർത്താവേ ഇതിൽ നിന്ന് എൻ്റെ തുടക്കം,
ലാസ്റ്റ് കല്യാണം കഴിഞ്ഞ് ഞാൻ മടങ്ങി വീട്ടിൽ വന്ന അവളുടെ റിസപ്ഷൻ നടത്തുന്നത് വരെയും എനിക്കൊരു പൈസ പോലും കടം വരാതെ കാര്യങ്ങൾ നടത്തണമെന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. കർത്താവിന്റെ പ്രാർത്ഥന കേട്ടു. സകല കാര്യങ്ങളും ഭംഗിയായി നടത്തി. അവർക്ക് 50,000 രൂപ കൊടുക്കണമായിരുന്നു. ആ 50,000 രൂപയ്ക്കുള്ള വഴി എനിക്ക് ഒത്തു. അപ്പൊ ഇതിനു മുമ്പ് ഞങ്ങൾ ചപ്രായിലായിരുന്ന സ്ഥലത്ത് അവൾ ജോലി ചെയ്ത സ്കൂളിലെ ഒരു ടീച്ചറുടെ സഹോദരൻ ബാംഗ്ലൂരിൽ പഠിച്ചുകൊണ്ടിരുന്ന പയ്യനാണ്. പെട്ടെന്ന് എന്തോ ഒരു ഇതുപോലെ വന്നിട്ട് അവന് ബുദ്ധിഭ്രമം പോലെ വന്ന് വീട്ടിൽ വന്ന് ആരോടുമായിട്ട് മിണ്ടത്തുമില്ല, പറയത്തുമില്ല, ആഹാരം കൊടുത്താൽ കഴിക്കത്തില്ല, അങ്ങനെ ഒരവസ്ഥ, കുളിക്കത്തില്ല, നനയ്ക്കത്തില്ല, ഒന്നും ചെയ്യാത്ത ഒരവസ്ഥയിലായപ്പോൾ ആ സഹോദരി എൻ്റെ മോളോട് പറഞ്ഞു, എൻ്റെ മോളുടെ പേര് ഷീബ എന്നാ, ഷീബയോട് പറഞ്ഞു, മോളെ നിന്റെ മമ്മിയോടൊന്ന് പറ എൻ്റെ ആങ്ങളയ്ക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കാന്. അവള് സ്കൂള് വിട്ട് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, മമ്മി പിന്നെ അർച്ചന ദീദി, അർച്ചന എന്നാ സിസ്റ്ററുടെ പേര്, അർച്ചന ദീദി പറഞ്ഞ് അവരുടെ ആങ്ങളയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ പറഞ്ഞു, മോളെ കാണാതെ ഞാൻ പ്രാർത്ഥിക്കത്തില്ല, അവരെങ്ങനെയുള്ളതാ എന്താണെന്നൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ. അവര് ഹിന്ദു പൂജ നടത്തുന്നവര്, പൂജ ചെയ്യുന്നവര്, അവരിപ്പോ നമ്മളുടെ പ്രാർത്ഥനയ്ക്കൊക്കെ നിൽക്കുമോന്ന് ചോദിച്ചു. അല്ല മമ്മി, ആന്റി ദീദി പറഞ്ഞു ഒന്ന് പോയി നമുക്ക് കാണാം. പിറ്റേ ദിവസം ഞാൻ സ്കൂള് വിട്ട് അവളെയും കൂട്ടി അവരുടെ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന് അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ മനസ്സിൽ വെളിപ്പെടുത്തി തന്നു പ്രാർത്ഥിച്ചാൽ ശരിയാകുമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്, ഇന്ന് ബുധനാഴ്ചയാണ്, വ്യാഴം വെള്ളി ശനി 3 ദിവസം ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ, ഞായറാഴ്ച ഇവനെയും കൊണ്ട് വീട്ടില് ആരാധനയ്ക്ക് വരണമെന്ന് പറഞ്ഞു. അപ്പനും അമ്മയൊക്കെ വളരെ നിരാശയിലാണ്. 2 പെങ്ങന്മാർക്കും കൂടെ ഒരാങ്ങളേ ഉള്ളൂ. അത് ഈ രീതിയിലായിപ്പോയി. അപ്പൊ അവർക്ക് ഭയങ്കര നിരാശയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ നിരാശപ്പെടുകയൊന്നും വേണ്ട, ഞായറാഴ്ച ചർച്ചിൽ കൊണ്ടുപോവാ, അവിടെ നിന്നിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ കർത്താവ് വിടുതൽ തരുമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അവർ ആരാധനയ്ക്ക് വന്നു, അവർ കുടുംബമായിട്ട് ആരാധനയ്ക്ക് വന്നു, അവന് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇച്ചിരി എണ്ണ കൊണ്ടുവരണം, ഞാൻ തന്നാൽ നിങ്ങളത് വിശ്വസിക്കത്തില്ല, അതുകൊണ്ട് നിങ്ങൾ തന്നെ കൊണ്ടുവരാൻ പറഞ്ഞു. എണ്ണയും വെള്ളവും അവർ കൊണ്ടുവന്നു. എണ്ണയും വെള്ളവും പ്രാർത്ഥിച്ചു കൊടുത്തു. അവൻ പോകുന്നതിന് മുമ്പേ ഞാൻ ഈ എണ്ണ എടുത്ത് പ്രാർത്ഥിച്ച പയ്യന്റെ തലയിൽ വെച്ചു. ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവ് ഇവിടുന്ന് പരിപൂർണ സൗഖ്യം പ്രാപിച്ച വീട്ടിൽ പോകാവൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അവിടെ ഇരുത്തിയേച്ച് ആരാധന കഴിഞ്ഞ് ചായ ഇട്ട് ഇവർക്കെല്ലാം കൊടുത്ത് ആ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവൻ എഴുന്നേറ്റ് വന്നിട്ട് എന്നോട് ചോദിച്ചു, ആന്റി എന്താ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതേ ഉള്ളെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഇപ്പൊ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, എൻ്റെ ആ തലയുടെ ഭാരം, എൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ആ ഭാരം ഒക്കെ ഏതിലെ പോയെന്ന് എനിക്ക് അറിയത്തില്ല, ഞാനിപ്പം ഫ്രീ ആയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇനി ഒന്നുകൊണ്ട് ഭാരപ്പെടണ്ട, ജോലിക്ക് പോകണോ ജോലിക്ക് പോ, പഠിക്കണോ മുന്നോട്ട് പഠിച്ചോ, എന്ത് വേണേലും ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ അവരവിടുന്ന് പോകുന്ന സമയത്ത് എന്നോടൊരു വാക്ക് പറഞ്ഞു, നിങ്ങൾ മോളുടെ കല്യാണത്തിന് മുമ്പ് എന്നെ വിവരം അറിയിക്കണം, അവൾക്ക് വേണ്ടതെല്ലാം ഞങ്ങൾ ചെയ്തു തന്നോളാമെന്ന് പറഞ്ഞു. അങ്ങനെ 2014 ഞങ്ങൾ അവിടുന്ന് ചപ്രായിന്ന് പട്നായിക്ക് വന്നു. 2015 അവളുടെ കല്യാണത്തിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്തു. അതിന് ഒരാഴ്ച മുമ്പ് ഞാൻ അവരെ കല്യാണം വിളിക്കാനായിട്ട് ചെന്നു, വിവരം അറിയിച്ചു. ഫോണിൽ കൂടെ പറഞ്ഞു, ഇന്നപോലെ ഇന്ന ദിവസം കല്യാണം, നിങ്ങൾ വരണമെന്ന് പറഞ്ഞു. ആന്റി വന്നേ ഒക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു, ഒരു ദിവസം അവിടെ തങ്ങി. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേന് വൈകി. അപ്പൊ അന്ന് രാത്രിയിൽ അവിടെ കിടന്ന് പിറ്റേ ദിവസം രാവിലെ 10 മണിക്കുള്ള ബസ്സിന് പോരാനായിട്ട് ഞാൻ റെഡി ആയപ്പോൾ പോരുന്നതിന് മുമ്പ് ഒരു ഷൂട്ട് കേസ്, ഒരു വലിയ ഷൂട്ട് കേസ്, ഞാൻ എടുത്താൽ പൊങ്ങത്തില്ല അതുപോലൊരു ഷൂട്ട് കേസ്, അത് നിറച്ച് എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയത്തില്ല. അത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു. അവർ തന്നെ അവിടുന്ന് വണ്ടിയെ കൊണ്ടുവന്ന് കയറ്റി എന്നെ വിട്ടു. ഞാൻ വീട്ടിൽ വന്നു. രാത്രി കൊണ്ടുവന്ന് അത് വെച്ച് പ്രാർത്ഥിച്ചേച്ച് തുറന്ന് നോക്കിയപ്പോ അതിനകത്ത് അവൾക്ക് എത്ര ചുരുങ്ങിയാലും 2 വർഷം കൊടുത്താൽ തീരാത്ത പോലുള്ള സാരി, ബ്ലൗസ്, പാവാട, അവൾക്ക് ഉപയോഗിക്കേണ്ടതായ സോപ്പ്, സർഫ്, എണ്ണ എന്ന് വേണ്ട സർവ്വ സാധനങ്ങളും അതിനകത്തുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം അടുക്കി പെറുക്കി കഴിഞ്ഞപ്പം അതിനകത്തുനിന്ന് ഒരു ലിഫാഫ എനിക്ക് കിട്ടി. ആ ലിഫാഫയ്ക്കകത്ത് 50,000 രൂപ ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവമാണ്. ഒരുത്തൽ കൂടെ ആണെങ്കിലും നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റുന്ന ദൈവം എന്നോട് കൂടെയുണ്ട്. ഞാൻ ആ ദൈവത്തെ മഹത്വപ്പെടുത്തി ആ പൈസ എടുത്ത് അവർക്ക് കൊടുക്കാനുള്ള തുക മാറ്റിവെച്ചു. 10,000 രൂപ ഇരുന്നത് ടിക്കറ്റിനും ഇതിനൊക്കെ ചെലവായി. പിന്നെ പോകുന്നതിന് മുമ്പ് തന്നെ ദൈവം ഓരോ വഴികൾ തുറന്നു. ആ കല്യാണം ഹുബ്ലിയിൽ വെച്ചായിരുന്നു, കർണാടകയിൽ. അവിടെ ചെന്ന് കല്യാണം നടത്തി കുഞ്ഞിനെ അവിടെ വിട്ടിട്ട് വന്നു. 2016 ജനുവരി 10-ാം തീയതി
ഈ പട്നയിൽ റിസപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേന് അവര് വന്നു, റിസപ്ഷന് നടത്തി, അവരെ പറഞ്ഞു വിട്ടു. സന്തോഷമായി എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ പറഞ്ഞു വിട്ടു. 2000 എല്ലാ കടങ്ങളും തീർന്ന് എല്ലാം കൊടുക്കേണ്ടവർക്കെല്ലാം കൊടുത്തു. ടെന്റിന്റെ പൈസ കൊടുത്തു, ആഹാരം ഉണ്ടാക്കേണ്ട പൈസ കൊടുത്തു, എല്ലാം കൊടുത്ത് അവർ പോയി കഴിഞ്ഞ് കണക്ക് നോക്കിയപ്പോൾ 10,000 രൂപ കർത്താവ് എൻ്റെ കയ്യിൽ ബാക്കി തന്നു. ആ പൈസയിലെ പകുതി പൈസ കൊണ്ട് ഞാൻ ചർച്ചിൽ ഓഫറിങ് കൊടുത്തു. ദൈവനാമത്തിന് സ്തോത്രം. ദൈവം എന്നെ നടത്തിയ വഴികൾ ഒരു മനുഷ്യനോട് പറഞ്ഞാലും ആരും വിശ്വസിക്കത്തില്ല. ആ രീതിയിൽ കർത്താവ് എന്നെ നടത്തി. പക്ഷെ ഒരു പിതാവില്ലാത്ത കുഞ്ഞുങ്ങളാണെന്നുള്ളത് ഒരുത്തരും പറയത്തില്ലായിരുന്നു. അതേ രീതിയിലാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവന്നത്. അങ്ങനെ 2016 പിന്നെ 16 ലാസ്റ്റ് ഒക്ടോബറിൽ അവൾക്ക് ഡെലിവറിയുടെ സമയമായി. അത് പോയി, ഹുബ്ലി തന്നെ പോയി. അവളുടെ ഡെലിവറി എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. അങ്ങനെ ഞങ്ങൾ കുഞ്ഞുങ്ങളുമായിട്ട് സന്തോഷകരമായിട്ട് മുൻപോട്ട് പോയി. അങ്ങനെ ഇരിക്കെ ഇളയ മോന് കല്യാണ ആലോചന വന്നു. അപ്പോൾ അതിനും കാര്യങ്ങൾ നടത്തണമല്ലോ. ഒരു പൈസ പോലും കയ്യിൽ നീക്കി ബാക്കികളില്ല. അവനും പോയി പെണ്ണിനെ കണ്ടു. ഞങ്ങൾ സന്തോഷമായിട്ട് വന്നു. 2021 ഡിസംബർ 4 അവന്റെ കല്യാണ ഡേറ്റ് ഫിക്സ് ചെയ്തു. ദൈവനാമത്തിന് സ്തോത്രം. ഞങ്ങള് ഉദ്ദേശിക്കാത്തതിലും ഉപരിയായിട്ട് കർത്താവ് അവന്റെ കാര്യങ്ങൾ നടത്തി തന്നു. ദൈവനാമത്തിന് സ്തോത്രം. ദൈവം കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും കൂടെ കടന്നു പോയെങ്കിലും ഓരോ സമയത്തും നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് കർത്താവ് വഴി നടത്തി ഞങ്ങളെ പരിപാലിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. അതായത് അത്യുന്നതന്റെ മറയിൽ വസിക്കുകയും സർവശക്തൻ നിഴൽക്കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. യഹോവയെ കുറിച്ച് അവൻ എൻ്റെ സങ്കേതം കോട്ടയുമായിരിക്കാല്. ഞാൻ എൻ്റെ ദൈവത്തെ സങ്കേതമാക്കി മുൻപോട്ട് പോയതുപോലെ എൻ്റെ കുഞ്ഞുങ്ങളും അതുപോലെ മുൻപോട്ട് പോയി. അവന്റെ കാര്യങ്ങൾക്കൊന്നിനും ഒരു മുടക്ക് കൂടാതെ കല്യാണമൊക്കെ നല്ല ഭംഗിയായിട്ട് നടന്നു. 850 പേര് കല്യാണത്തിന് വന്നു. അതിൽ 500-ലധികം പേര് നമ്മുടെ പാസ്റ്റർമാരായിരുന്നു അവന്റെ കല്യാണത്തിന്. കല്യാണം വന്ന് കൂടിയവരൊക്കെ പറഞ്ഞു, ഇതുപോലൊരു കല്യാണം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കണ്ടിട്ടില്ല. കാരണം ഇത്രയും പാസ്റ്റർമാര് അടങ്ങിയ വന്ന ഒരു കല്യാണം ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവദാസന്മാരെല്ലാവരും കൂടെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് അവന്റെ വിവാഹമൊക്കെ ഭംഗിയായിട്ട് നടന്നു. ആ സമയത്ത് എൻ്റെ മക്കള് ഔറംഗാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് ഫീൽഡ് വർക്കും സ്കൂൾ ജോലിയും ഒക്കെ മൂത്തവർ 2 പേരും കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ ഭാര്യമാരും അവിടെ ആയിരുന്നു. അവർക്ക് 2 പേർക്കും ഓരോ കുഞ്ഞുങ്ങളും ഉണ്ട്. അവരവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ 2021 ഡിസംബർ 19 നമ്മുടെ ചർച്ചിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു പട്നയില്. ആ ചർച്ചിൽ വന്ന് സൺഡേ സ്കൂൾ പിള്ളേരുടെ പ്രോഗ്രാം, അതുപോലെ ക്രിസ്മസ് പ്രോഗ്രാം ഒക്കെ നടത്തി. അവരന്ന് വൈകിട്ട് തന്നെ തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വൈകിട്ട് പോകണ്ട മക്കളെ, വെളുപ്പിനെ പോയാൽ മതി എന്ന് പറഞ്ഞു. അവര് 3 മണിയായപ്പോൾ എഴുന്നേറ്റ് റെഡിയായി പോയി. അവര് വേറെ വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്ന, എൻ്റെ കൂടെ അല്ലായിരുന്നു. ആ വീട്ടിൽ നിന്ന് അവർ റെഡിയായി പോയി. അവർ പകുതി വഴി എത്തിയപ്പോൾ അവരുടെ ബൈക്ക് ആക്സിഡന്റ് ആയി. കാരണം നല്ല തണുപ്പിന്റെ സമയമായിരുന്നു. ആ സമയത്ത് മഞ്ഞൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ വണ്ടി ആക്സിഡന്റ് ആയി. 2 പേർക്കും ഒരുപാട് പരിക്കുകൾ ഏറ്റായിരുന്നു. അപ്പം അവിടുന്ന് വിളിച്ച് അവര് ഔറംഗാബാദിലെ ഭാര്യമാരുടെ അടുത്ത് വിളിച്ച് പറഞ്ഞു, ഇതുപോലെ ബൈക്ക് ആക്സിഡന്റ് ആയി, ഞങ്ങൾക്ക് വരാൻ പറ്റുന്നില്ല, സ്കൂളിൽ നിന്ന് വണ്ടി അയക്കാൻ പറഞ്ഞു. ആ സ്കൂളിലെ ഓണറിന്റെ വണ്ടി വന്നു. ആദ്യത്തെ അത് പുതിയ വണ്ടി എടുത്തിട്ട് ഒരാഴ്ച പോലും ആയില്ല. ആ വണ്ടിയും കൊണ്ടാണ് അവർ വന്നത്. കുഞ്ഞുങ്ങള് 2 പേരെ വണ്ടിയിൽ കയറ്റിയിരുത്തി നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അവിടുന്ന് ഒരു അരമണിക്കൂർ മുൻപോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേന് ആ വണ്ടിയുടെ ബ്രേക്ക് പോയി. പിശാച് ഒരുക്കുന്ന ഓരോ തന്ത്രങ്ങള് ആ രീതിയിലായിരുന്നു. അവിടുന്ന് ആ വണ്ടി അവിടെ ഇട്ടിട്ട് വേറെ വണ്ടി അവിടുന്ന് പഴയ വണ്ടി വിളിച്ചു. സ്കൂളിലെ വണ്ടി വിളിച്ചു. ആ വണ്ടിയും കൊണ്ട് വന്നത് ആ സ്കൂളിന്റെ ഓണറും അയാളുടെ അളിയനും കൂടെ ആയിരുന്നു വന്നത്. കൊണ്ടുവന്നപ്പം ഡ്രൈവർ പറഞ്ഞ, നിങ്ങൾ ഈ വണ്ടി നന്നാക്കിയിട്ട് പോ, ഞാൻ ഇവരെ കൊണ്ട് ആശുപത്രിയിലേക്ക് പൊയ്ക്കോളാമെന്ന്. അന്നേരം ആ ഓണറിന്റെ അളിയൻ പറഞ്ഞു, സാറേ നിങ്ങൾ കൊണ്ടുപോയി വണ്ടി നന്നാക്കിയിട്ട് വാ, ഞാൻ ഇവരെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പൊയ്ക്കോളാമെന്ന് പറഞ്ഞു. അവിടുന്ന് ഹോസ്പിറ്റലിൽ എത്തുന്നതിന്റെ അരമണിക്കൂർ മുമ്പ് ഈ വണ്ടിയായി പോകുന്ന സമയത്തും ഫ്രണ്ടിൽ നിന്ന് ഒരു ലോറി വന്ന് ഇവരുടെ വണ്ടിക്കിട്ട് ഇടിച്ചു. കുഞ്ഞുങ്ങൾ 2 പേരും പുറകിലായിരുന്നു. അവരുടെ തല ചെന്ന് കമ്പിയിൽ അടിച്ചത് കാരണം അവരുടെ 2 പേരുടെ തലയ്ക്കാണ് പരിക്ക് പറ്റിയത്. വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ആള് വണ്ടിയിൽ അങ്ങ് അമുങ്ങിപ്പോയി. സ്റ്റിയറിങ്ങിനകത്ത് വെച്ച് അമുങ്ങിപ്പോയി. ഓണർ വണ്ടിയിൽ നിന്ന് തെറിച്ച് താഴെ പോയി. ഓണർ രക്ഷപ്പെട്ടായിരുന്നു. പുള്ളിയെ
പെട്ടെന്ന് അവിടുന്ന് ബനാറസ് ആസ്പത്രിയിൽ എത്തിച്ചു. അവിടുന്ന് ചികിത്സയൊക്കെ കഴിഞ്ഞ് പുള്ളി ഒരുവിധം റെഡി ആയിരിക്കുന്ന സമയത്താണ് ഇവിടുന്ന് ആൾക്കാർ കാണാൻ ചെന്നപ്പോൾ ചോദിച്ചു, എൻ്റെ ടീച്ചർമാർ രണ്ടുപേരും സാറുമാർ രണ്ടുപേരും കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചു. അന്നേരം പോയ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു അവർ രണ്ടുപേരും മരിച്ചു പോയെന്ന് പറഞ്ഞു. അത് കേട്ടതോടുകൂടെ പെട്ടെന്ന് പുള്ളിക്ക് ഷോക്ക് ഉണ്ടായി. ആ ഓണറും അവിടെ വെച്ച് മരിച്ചുപോയി. ഓണറും മരിച്ചു, അളിയനും മരിച്ചു, എൻ്റെ മക്കൾ രണ്ടും പോയി. അപ്പോൾ 20-ാം തീയതി രാവിലെ എൻ്റെ ഇളയ മരുമോൾ, രണ്ടാമത്തെ മരുമോൾ വിളിച്ചു പറഞ്ഞു, മമ്മി इन लोग का एक्सीडेंट हो गया है, आप जल्दी आइए, इन लोग को हॉस्पिटल में ले जाना है। मैं बोला हम कैसे आएंगे, इतना दूर में है, गाड़ी किसी का मिलेगा तब ना. അപ്പോഴത്തേനും ഒരു സഹോദരന് പെട്ടെന്ന് എന്തോ കാര്യത്തിന് കയറി വന്നു. അവനോട് എന്നോട് വിവരം പറഞ്ഞപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, ആൻറ്റി പാരപ്പെടണ്ട, ഞാൻ വണ്ടി വിളിക്കാൻ പെട്ടെന്ന് ഒരുങ്ങിക്കോളാൻ പറഞ്ഞു. ഞാൻ ഡ്രസ്സ് ചെയ്ത് മുറിയിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേന് സെക്കൻഡ് ഫോൺ വന്നു, മമ്മി വരണ്ട, രണ്ടുപേരും സ്പോട്ടിലെ തീർന്നു, അതുകൊണ്ട് മമ്മി വരണ്ട. അത്രയും കേട്ടത് എനിക്കൊരു ഓർമ്മയുണ്ട്. ഞാൻ ബോധം കെട്ട് താഴെ വീണു. ഞാൻ ബോധം തെളിയുന്ന സമയത്ത് എൻ്റെ വീട് നിറച്ച ആൾക്കാരാണ്. ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പലരും ഫോൺ ചെയ്ത് ചോദിക്കുന്നു, ഇങ്ങനൊരു സംഭവം കേട്ടു, അത് ശരിയാണോ എന്ന് പലരും ചോദിച്ചു. എൻ്റെ ഇളയ മോന് വർത്തമാനം പറയാൻ പറ്റില്ല. അവന് സങ്കടം കൊണ്ട് അവൻ്റെ 2 ചേട്ടന്മാരും നഷ്ടപ്പെട്ടു. എനിക്ക് എൻ്റെ 2 മക്കളും നഷ്ടപ്പെട്ടു, എൻ്റെ ഭർത്താവും നഷ്ടപ്പെട്ടു. അതായത് നവോമിയുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവമാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായതെന്ന് ഓർത്ത് ഞാൻ വളരെയേറെ സങ്കടപ്പെട്ടു, കരഞ്ഞു. അപ്പോൾ വന്നവരൊക്കെ എന്നെ സമാധാനിപ്പിച്ചു. എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. എങ്കിലും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ ഇതെല്ലാം സഹിക്കാനും ക്ഷമിക്കാനുള്ള ഒരു കൃപ എനിക്ക് തരണമേ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അവിടുന്ന് കുഞ്ഞുങ്ങളുടെ ഡെഡ് ബോഡിയും കൊണ്ട് തിരിച്ചു വരുന്ന സമയത്ത് ആദ്യം വന്ന ആംബുലൻസ് ടയർ പഞ്ചറായി. വേറെ ആംബുലൻസ് വന്നു, ആംബുലൻസിന്റെ ബ്രേക്ക് ഫെയിലായി. പിന്നെ പട്നായിന്ന് ആംബുലൻസ് പോയിട്ടാണ് എൻ്റെ കുഞ്ഞുങ്ങളുടെ ഡെഡ് ബോഡി ഇവിടെ എത്തുന്നത്. എൻ്റെ കുഞ്ഞുങ്ങളുടെ ഡെഡ് ബോഡി പട്നായിൽ എത്തുമ്പോൾ രാത്രി 12 മണി കഴിഞ്ഞു. 9 മണിക്ക് വരുമെന്ന് പറഞ്ഞ്, 10 മണിക്ക് വരുമെന്ന് പറഞ്ഞ്, 11 മണിക്ക് വരുമെന്ന് പറഞ്ഞ് ലാസ്റ്റ് 12 മണി ആയപ്പോഴാണ് വരുന്നത്. ആ സമയത്തൊക്കെ ഞാൻ ഹോസ്പിറ്റലിന്റെ വാതക്കലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. എന്നെ സമാധാനിപ്പിച്ചുകൊണ്ട് ആൾക്കാർ. എനിക്ക് സമാധാനം കണ്ടെത്താൻ കഴിയുന്നില്ല. ഞാൻ എൻ്റെ സമാധാനം എൻ്റെ ദൈവത്തിൽ കണ്ടെത്തി. ദൈവം എന്നെ ബലപ്പെടുത്തി. മോർച്ചറിയിൽ വെച്ചിട്ട് വന്നു. എനിക്ക് എൻ്റെ ആങ്ങളെ MP-യിലുണ്ട്, അവൻ വരണം. എൻ്റെ അനിയത്തിമാർ നാട്ടിലുണ്ട്, അവിടുന്ന് വരണം. ഒരു അനിയത്തി ഡൽഹിയിലുണ്ട്. അങ്ങനെ എല്ലാവരും അറിയിച്ചു. എല്ലാവരും എത്തിക്കഴിഞ്ഞിട്ടാണ് അവരുടെ ഡെഡ് ബോഡി മോർച്ചറിയിൽ നിന്ന് കൊണ്ടുവന്നത്. മോർച്ചറിയിൽ നിന്ന് കൊണ്ടുവന്ന സമയത്ത് എന്നോട് പറഞ്ഞു, എൻ്റെ അങ്ങളെ എന്നോട് പറഞ്ഞു, ചേച്ചി നിനക്ക് മുഖം കാണാൻ ഒക്കത്തില്ല, അതുപോലെയാണ് അവരുടെ മുഖം, വികൃതമായിട്ടാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ഉള്ള സമാധാനം കൂടെ എനിക്ക് നഷ്ടപ്പെട്ട. അന്ത്യം സമയത്ത് എൻ്റെ കുഞ്ഞുങ്ങളുടെ മുഖം പോലെ എനിക്ക് കാണാൻ പറ്റില്ലല്ലോ ദൈവമേ എന്ന് ഓർത്ത് ഞാൻ വളരെ ഭാരപ്പെട്ടു. ലാസ്റ്റ് കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടം എല്ലാം കഴിഞ്ഞ് അവരെ കൊണ്ടുവന്ന സമയത്ത് എന്നോട് പറഞ്ഞില്ല, ചേച്ചി നിന്നെ ഞാൻ മുഖം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് 2 പേരുടെ ഡെഡ് ബോഡി കൊണ്ടുവന്ന് വെച്ച് 2 പേരുടെ മുഖം ഞാൻ കണ്ടു. 2 കുഞ്ഞുങ്ങളെ ദൈവം എൻ്റെ കയ്യിലേൽപ്പിച്ച്, അവരുടെ ഭാര്യമാരെ എൻ്റെ കയ്യിലേൽപ്പിച്ചിട്ട് എൻ്റെ മക്കൾ 2 പേര് കടന്നുപോയി. എല്ലാവരും എന്നോട് ചോദിച്ചു, എൻ്റെ ആന്റി എങ്ങനെ പിടിച്ചു നിന്നു? ഞാൻ പറഞ്ഞു, എനിക്ക് ദൈവം തന്ന കൃപയാണ്, ദൈവം തന്ന സാമർത്ഥ്യം കൊണ്ട് ഞാൻ ബലപ്പെട്ടു നിന്നു. അല്ലെങ്കിൽ ഞാൻ തളർന്നു പോയതിനായിരുന്നു. ഞാനൊരു അന്യജാതി അല്ലല്ലോ, ഞാൻ ദൈവത്തെ അറിയുന്നതുകൊണ്ട് ദൈവം എന്നെ ബലപ്പെടുത്തി. അങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങളെ 2 പേരെ അടക്കാൻ നേരത്ത് കുഴിയെടുക്കുന്ന സമയത്ത് അവിടുത്തെ ചർച്ചിലെ പാസ്റ്റർ പറഞ്ഞു 2 കുഴിയെടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, 2 കുഴിയെടുക്കണ്ട. അവർ 2 പേരും എപ്പോഴും പോകുമ്പോഴും വരുമ്പോഴും പോകുന്നിടത്തൊക്കെ അവർ 2 പേരും ഒന്നിച്ച് പോവുകയും വരികയും ചെയ്തുകൊണ്ടിരുന്നത്. അവർ 2 പേരും ഒന്നിച്ച് തന്നെ വെച്ചാൽ മതി എന്ന് പറഞ്ഞ് 2 പേർക്കും കൂടെ വീതിയിലും നീളത്തിലും ഒരു കുഴിയിലാണ് 2 പേരെ അടക്കിയത്. ദൈവനാമത്തിന് സ്തോത്രം. ദൈവം കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിൽ കൂടെ ആണെങ്കിലും ദൈവം എന്നെ ഇത്രത്തോളം നിലനിർത്തി ബലപ്പെടുത്തി ശക്തീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ 2022-23 എനിക്ക് പെട്ടെന്നൊരു ബുദ്ധിമുട്ടുണ്ടായി. ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കിഡ്നിക്ക് പ്രോബ്ലമാണ് എന്ന് പറഞ്ഞ് അതിനുള്ള മെഡിസിനൊക്കെ തന്നു. പക്ഷെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് എൻ്റെ സംസാരം നിന്നുപോയി.
എനിക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല, എനിക്ക് എഴുന്നേറ്റിരിക്കാൻ വയ്യ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കൂടി ഞാൻ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഇളയ മോനുള്ളത് എൻ്റെ കൂടെ. മരുമക്കൾ രണ്ടുപേരും അവിടെ സ്കൂളിൽ ജോലി ചെയ്യുന്നിടത്താണ്, മൂത്തവർ രണ്ടുപേരും. അവർ സ്കൂളിൽ നിന്ന് വരും, എൻ്റെ അടുത്ത് വന്ന് കുറെ നേരം എന്നെ നോക്കി നിൽക്കും, എൻ്റെ മുഖത്തേക്ക് നോക്കി വെച്ച് മാറി നിന്ന് കരയും. ആ കരച്ചിൽ കാണുമ്പോൾ എൻ്റെ ചങ്ക് പൊട്ടുമായിരുന്നു. കർത്താവേ, എനിക്കൊന്നും വരരുതെന്ന് ഞാൻ എൻ്റെ ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കാരണം എൻ്റെ ശബ്ദം വെളിയിലേക്ക് വരുന്നില്ല. ഞാൻ ആരോടും ഒന്നും പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിയിൽ എനിക്കൊന്നും കഴിക്കാനും പറ്റുന്നില്ല. ഞാൻ വെറും ഒരു അസ്ഥി പോലായിരുന്നു. അപ്പൊ എനിക്ക് എഴുന്നേക്കണമെങ്കിൽ എൻ്റെ മോൻ പിടിച്ച് എഴുന്നേപ്പിച്ചിരുത്തണം. ബാത്റൂമിൽ പോകാൻ പറ്റത്തില്ല, ബക്കറ്റ് കൊണ്ടുവന്ന് ബെഡിന്റെ അടിയിൽ വെക്കും, അവിടെ ഇരുന്ന് ബാത്റൂമിന് പോകും. കക്കൂസി പോകത്തില്ല, ഒന്നും കഴിക്കാത്തത് കൊണ്ട്, വെറും വെള്ളം കുടിക്കുന്നതുകൊണ്ട്, മരുന്ന് വെള്ളം കുടിക്കുന്നതുകൊണ്ട് അല്പം മൂത്രം മാത്രം പോകാതെ അവൻ തന്നെ ക്ലീൻ ചെയ്യും, എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആ കഷ്ടപ്പാടൊക്കെ കണ്ടപ്പോ ഒരു സമയത്ത് ഞാൻ ദൈവത്തോട് മനസ്സിൽ പ്രാർത്ഥിച്ചു, കർത്താവ് ഇതിലും ഭേദം എന്നെ അങ്ങ് വിളിക്കുന്നതല്ലേ നല്ലതെന്ന് പ്രാർത്ഥിച്ചു. അപ്പോഴും കർത്താവ് എന്നെ ബലപ്പെടുത്തി, നിന്റെ ദൈവം ഞാനാകുന്നു, നിന്നെ വിളിച്ചവൻ ഞാനാകുന്നു, നിന്നെ ശക്തീകരിക്കും, ഞാൻ ബലപ്പെടുത്തും. ആ വാക്ക് കേട്ട് കഴിഞ്ഞപ്പോ എന്റെ മനസ്സിൽ ആശ്വാസമായി. ഒരു ദിവസം എന്നെ കാണാൻ വന്ന ഒരു പാസ്റ്ററോട് ഞാൻ പറഞ്ഞു, എനിക്കൊരു കൈ കൊണ്ട് എഴുതി കാണിച്ചു, എനിക്കൊരു ബുക്കും പേനയും തരാമോ എന്ന് ചോദിച്ചു. ആ പാസ്റ്റർ എന്റെ മേശയുടെ മുകളിൽ നിന്ന് ഒരു ബുക്കും എടുത്തു തന്നു, പേന എടുത്തു തന്നു. എനിക്ക് എഴുതാൻ വയ്യ, എഴുതുമ്പോൾ കൈ വറക്കുകയാണ്. എന്നിട്ട് ഒരു വിധത്തിൽ ഞാൻ അതിനകത്ത് ഹിന്ദിയിൽ എഴുതി കൊടുത്തു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എനിക്കൊന്നും വരത്തില്ല, ദൈവം എനിക്ക് സൗഖ്യം തരും, അതെൻ്റെ ഉള്ളിൽ പൂർണ്ണ വിശ്വാസമുണ്ട്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഈ പ്രാർത്ഥനാ വിഷയം എല്ലാവർക്കും കൊടുക്കുക എന്ന് പറഞ്ഞ് ഞാനത് എഴുതി ആ പാസ്റ്ററിൽ കൊടുത്തു. അതിൻ്റെ ഒരു പേപ്പറിൽ എഴുതി എൻ്റെ മോൻ്റെ കയ്യിലും കൊടുത്തു. പിറ്റേ ദിവസം ചർച്ചിൽ ചെന്നപ്പോൾ മോനി പ്രയർ റിപ്പോർട്ട് പാസ്റ്ററിന്റെ കയ്യിൽ കൊടുത്തു, ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്ററുടെ കയ്യിൽ കൊടുത്തു. പാസ്റ്റർ പ്രാർത്ഥിച്ചു. അങ്ങനെ ഒത്തിരിയും ദൈവമക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവിനെ പരിപൂർണ സൗഖ്യം തന്നു. ഞാൻ വർത്താനം പറയാൻ തുടങ്ങി, ആഹാരം കഴിക്കാൻ തുടങ്ങി, എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ദൈവനാമത്തിന് സ്തോത്രം. ദൈവം തന്നെ അത്ഭുതകരമായിട്ട് നിലനിർത്തിയിരിക്കുന്നു. ഈ 2025 ദൈവം എന്നെ കുറിച്ചൊരു ഉദ്ദേശം വെച്ചിട്ടുണ്ട്. ആ ഉദ്ദേശം പൂർത്തീകരിക്കാൻ ദൈവം എന്നെ ബലപ്പെടുത്തേണ്ടതിനായിട്ട് ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കൾ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. എൻ്റെ ഈ സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. എനിക്ക് അവസരം ഒരുക്കി തന്ന പ്രിയ കർത്തൃദാസിയും കുടുംബത്തെയും കർത്താവ് കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ, 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 ആമേൻ. ദേവദാസി കർത്താവ് സഹായിക്കട്ടെ. സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞ നവോമിയെ പോലുള്ള ഒരു അനുഭവം. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് നവോമിയുടെ ജീവിതത്തിൽ കർത്താവ് ഒരു വലിയ വിടുതൽ നവോമിക്ക് കൊടുക്കുവാനിടയായി തീർന്നു. സ്തോത്രം. 2 ആൺമക്കളും ഭർത്താവും നഷ്ടപ്പെട്ടെങ്കിലും രൂത്തിലൂടെ ഹല്ലേലൂയ ദൈവം അവൾക്ക് വേണ്ടി വലിയൊരു അനുഗ്രഹം കൊടുക്കുവാനിടയായി തീർന്നു. പ്രിയ കർത്താവിൻ്റെ ദാസിക്കും കർത്താവ് അതുപോലെ ഒരു വലിയ അനുഗ്രഹം ഈ ലോകത്തിലും നിത്യതയിലും വച്ചിട്ടുണ്ട്. അനേക ജീവിതങ്ങളെ ക്രിസ്തുവിന് വേണ്ടി നേടിയെടുക്കുവാനും ഒക്കെ കർത്താവിൻ്റെ ദാസിയെ ദൈവം സഹായിച്ചല്ലോ. ഇനിയും ആ ദേശത്ത്, ആ ബീഹാറിൻ്റെ മണ്ണിൽ അനേകരെ കർത്താവിന് വേണ്ടി നേടിയെടുക്കുവാൻ കർത്താവ് ഉപയോഗിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. കർത്താവ് സഹായിക്കട്ടെ. പ്രാർത്ഥിച്ചാട്ടെ ആന്റി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. സ്നേഹാനന്ദിതനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ വൈകിയ സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അല്പസമയം നിന്റെ സന്നിധിയിൽ കർത്താവേ അടിയന്റെ സാക്ഷ്യമായിട്ട് ഇരുപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. അതിനായിട്ട് അവസരം ഒരുക്കി തന്ന പ്രിയദാസിയെയും കുടുംബത്തെയും കുഞ്ഞുങ്ങളെയൊക്കെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. അവരുടെ ഈ പ്രോഗ്രാമിനെ കർത്താവ് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. കർത്താവെ, അനേകായിരങ്ങൾ കടന്നു വന്നതുപോലുള്ള സാക്ഷ്യങ്ങളെ ഹല്ലേലൂയ പങ്കുവയ്ക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ തിരുക്കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. എന്നെ കേട്ട എല്ലാ ദൈവമക്കൾക്കും നന്ദിയോടെ സ്തോത്രം. കർത്താവെ, അവിടെ കൂടി വന്ന കേൾവിക്കാരെയൊക്കെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കഷ്ടങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും പട്ടിണിയും ദാരിദ്ര്യവും ഹല്ലേലൂയ ജീവിതത്തിൽ പലതും നഷ്ടപ്പെട്ട അവസ്ഥയിലും കർത്താവ് നമ്മെ താങ്ങി വഴി നടത്തുന്ന ദൈവമാകിയാൽ നന്ദിയോടെ സ്തോത്രം. ജീവിതത്തിലെ ഭാരങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ പതറാതെ വീഴാതെ താണുപോകാതെ ദൈവകരങ്ങളിൽ അർപ്പിച്ച്
നമ്മുടെ ജീവിതത്തെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചാൽ ദൈവം നമ്മളെ വഴി നടത്തുന്ന ദൈവമാകുന്നുള്ള തെളിവുകളാണല്ലോ ഓരോന്നും. ഇത്രയും സമയം കർത്താവ് സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. മുൻപോട്ടുള്ള കാര്യങ്ങളും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ കേട്ടവരെയൊക്കെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതത്തിൽ ഇത് മുഖാന്തരം അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ലഭിക്കാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ.